സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കുറച്ച് നിലവാരമുള്ള നമുക്ക് ഈ റീസെന്റ് ആയിട്ടൊക്കെ പ്ലസ് ടു ലെവലിൽ ചോദിച്ചിട്ടുള്ള ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വർക്കൗട്ട് എന്ന രീതിയിൽ ഞാൻ കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് ഈ വർക്കൗട്ട് യൂസ്ഫുൾ ആക്കുക. അറിയാവുന്നതൊക്കെ ചാടി നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളൊന്ന് ചെയ്തേ എല്ലാവരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ എല്ലാവരും. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇൻകം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ പിള്ളേരെ? ഇൻകം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ? യെസ്, ശരിയാണ്. 1949 ഈ നാഷണൽ ഇൻകം കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ വരുമാന കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ആരായിരുന്നു ഈ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ? ഈ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു കേട്ട് കഴിഞ്ഞാല് PC മഹലനോബിസ് ആയിരുന്നു ഈ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ. PC മഹലനോബിസ് ആയിരുന്നു. അപ്പൊ 49 ഒരു ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത്, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ശരിയോ തെറ്റോ? അതെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ശരിയാണ്, ദാദാഭായ് നവറോജി തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. ദാദാഭായ് നവറോജി തന്നെയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ഉൽപ്പന്ന രീതിയും വരുമാന രീതി മാത്രമല്ല വരുന്നത്. ഉൽപ്പന്ന രീതി വരുന്നുണ്ട്, വരുമാന രീതി വരുന്നുണ്ട്, ചെലവ് രീതി വരുന്നുണ്ട്. മനസ്സിലായ? ഞാൻ നാളത്തേക്ക് പഠിക്കാനിടുന്ന SCERT കട്ടിങ്സിൽ അതൊരു 2 പേജിലായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, എൻ്റെ അടുത്ത് പറയണം. ഞാൻ നാളെ രാവിലെ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വായിച്ചാൽ മനസ്സിലാവുമെന്നുണ്ടെങ്കിൽ വിശ്വാസം. ഞാൻ ഇന്നിടും. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഇടുന്നതിലതുണ്ടാവും കേട്ടോ. വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതി, വരുമാന രീതി, അതുപോലെ ചെലവ് രീതി കേട്ടോ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? വരുന്നുണ്ട് കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ ഈ PC മഹലനോബിസിനെ നിങ്ങൾ സ്ഥിരം പഠിക്കുന്ന കുറെ പോയിന്റുകൾ ഉണ്ടല്ലോ. എന്തൊക്കെയാ PC മഹലനോബിസിനെ സ്ഥിരം പഠിക്കുന്ന പോയിന്റുകൾ? എന്തൊക്കെയാ പഠിക്കുന്നത് ഒന്ന് പറഞ്ഞേ. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി അല്ലെ? ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഓക്കെ, ജന്മദിനം ജൂൺ 29 ജന്മദിനം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. സാംഖ്യ എന്ന ജേണൽ അല്ലെങ്കിൽ സാംഖ്യ എന്ന പുസ്തകം എഴുതി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, 49 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ ചെയർമാൻ PC മഹലനോബിസ് ആയിരുന്നു. മനസ്സിലായ? അതിന്റെ ചെയർമാൻ PC മഹലനോബിസ് ആയിരുന്നു. ഓക്കെ, അതുപോലെ കൊൽക്കത്തയിൽ ആരംഭിച്ച ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, പെട്ടെന്ന് വാ. കൊൽക്കത്തയിൽ ആരംഭിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതും ആര് തന്നെയാണ് കുട്ടികളെ? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രൂപീകരണത്തിൽ 1931 കൊൽക്കത്തയിൽ ആരംഭിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതും ആര് തന്നെയാണ് കുട്ടികളെ? ഈ പറയുന്ന PC മഹലനോബിസ് തന്നെയാണ്. അതുപോലെ നിങ്ങൾ CSO കേട്ടിട്ടില്ലേ? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെ? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് വർഷമാ? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് വർഷമാ കുട്ടികളെ? 1951 അല്ലേ? 1951 അല്ലേ? ഓക്കെ, ISI കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചതെങ്കിൽ CSO സ്ഥാപിച്ചത് എവിടെയാണ് കുട്ടികളെ? CSO സ്ഥാപിച്ചത് ന്യൂഡൽഹിയിലാണ്. ഈ CSOയുടെ സ്ഥാപകനും ആദ്യ ചെയർമാനും ഒക്കെ ആര് തന്നെയാണ്? PC മഹലനോബിസ് തന്നെയാണ് കേട്ടോ. CSOയുടെ സ്ഥാപകനും ആദ്യ ചെയർമാനൊക്കെ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് PC മഹലനോബിസ് തന്നെയാണ് CSOയുടെ സ്ഥാപകനും ആദ്യ ചെയർമാനും ഒക്കെ. മനസ്സിലായോ? സഹായം ചെയ്യോ? ഒരു തണുപ്പില്ലാതെ വെള്ളം വാങ്ങിച്ചു തരുമോ?
ഞാൻ വെള്ളം എടുക്കാൻ വിട്ടു. ഓക്കെ, മനസ്സിലായി, ഇത്രയും മനസ്സിലായ? CSOയുടെ സ്ഥാപകൻ അതുപോലെ ആദ്യ ചെയർമാനൊക്കെ PC മേൽനോബിസ് തന്നെയാണ്. CSO 51 മെയ് 2 കേട്ടോ, 51 മെയ് 2. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നാല് ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത് ആരാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത് ആരാ പിള്ളേര്? ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ നിർണയം നടത്തിയതും ആര് തന്നെയാണ് കുട്ടികളെ? ദാദാഭായ് നവറോജി തന്നെയാണ്. ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത് ദാദാഭായ് നവറോജി തന്നെയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് കേട്ട് കഴിഞ്ഞാല് ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ, ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ നിർണയം നടത്തിയതും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജി തന്നെയാണ്. ദേശീയ വരുമാനം കണക്കാക്കിയതും ദാദാഭായ് നവറോജിയാണ്. ദാരിദ്ര്യരേഖ നിർണയം നടത്തിയതും ദാദാഭായ് നവറോജിയാണ്. ഇത് രണ്ടും അദ്ദേഹം തന്നെയാണ്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എന്നാൽ ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ നിർണയത്തിലെ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ദാരിദ്ര്യരേഖ നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് കുട്ടികളെ? അമർത്യ സെൻ. ദാരിദ്ര്യരേഖ നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. മെഹ്ലനോബിസ് മോഡല് രണ്ടാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. മെഹ്ലനോബിസ് മോഡല് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മെഹ്ലനോബിസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് 2 പോയിന്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, മെഹ്ലനോബിസ് മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. ഓക്കെ, ആടെ പറയടാ, ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദ്യം. സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ നിയമം 1989 അല്ലെ, അതായത് SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1989 1989 സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളിത് ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. വനാവകാശ നിയമം 2006, ഇത് പലപ്പോഴും ഇപ്പൊ ചോദ്യം വരുന്നുണ്ട്. വനാവകാശ നിയമം ഏത് വർഷമെന്ന് കേട്ടോ. അതായത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006. അത് എന്താണ് പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ പട്ടികവർഗക്കാരും മറ്റു പാരമ്പര്യ വനവാസികൾക്കും അല്ലെ, പട്ടികവർഗക്കാർക്കും പാരമ്പര്യ വനവാസികൾക്കും വനത്തിൽ അവർ ജീവിച്ചു വന്ന അല്ലെങ്കിൽ അവർ ജനിച്ച് ജീവിച്ച വനത്തിൽ എന്തുണ്ടെന്ന് പറയുന്നു? അവകാശമുണ്ടെന്ന് പറയുന്നു. അവർക്ക് ആ വനത്തിൽ പെരുമാറാം, അവർക്ക് ആ വനത്തിൽ അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്താം, അവർക്ക് അവിടെ ജീവിക്കാം. മനസ്സിലായോ? പുറത്തുള്ളവർ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല അല്ലേ, അവർക്ക് അവകാശമുണ്ട്. പട്ടികവർഗക്കാർക്കും മറ്റു പാരമ്പര്യ വനവാസികൾക്കും വനത്തിലെ അവകാശം നൽകുന്ന നിയമമാണ് 2006 ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ വനാവകാശ നിയമം. ഓക്കെ, വനാവകാശ നിയമം 2006. പിന്നെ ഇപ്പൊ ഇതും ചോദിക്കുന്നുണ്ട്, സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955. പക്ഷെ 1955 ഈ നിയമം വന്നത് അങ്ങനെ അല്ലല്ലോ വന്നത്. 1955 ആ നിയമം വന്നത് അങ്ങനെ അല്ലല്ലോ വന്നത്. 55 ആ നിയമം വന്നത് ഏത് പേരിലാ പിള്ളേരെ? 55 ആ പൗരത്വം, ഞാൻ കുത്തിക്കെടുതരും കേട്ടോ, എനിക്ക് ദേഷ്യം വരികയാണ്. അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ ആക്ട്, അയിത്തമല്ല, തൊട്ടുകൂടായ്മ നിരോധന നിയമം. എന്താ പിള്ളേരെ? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം, അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ ആക്ട് 1955. ഈ 1955 അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ ആക്ട് എപ്പോഴാണ് സിവിൽ അവകാശ സംരക്ഷണ നിയമം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയി മാറിയത്? എപ്പോഴാണ്? അപ്പോൾ 1976 ഈ നിയമത്തിന്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നായി മാറിയത്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം എന്നോ സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്നോ പറയും. ഏത് ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഈ നിയമം? ഏത് ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് നിയമം? വളരെ ആർട്ടിക്കിൾ 17 ബേസ് ചെയ്തിട്ടാണ് ഈ നിയമം കേട്ടോ. ആർട്ടിക്കിൾ 17 അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമമാണ് അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ ആക്ട് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധന നിയമം. അത് 1976 എന്തായി മാറിയത് കുട്ടികളെ? സിവിൽ അവകാശ സംരക്ഷണ നിയമം അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമമായിട്ട് മാറിയത്. മനസ്സിലായോ?
മനസ്സിലായോ? ഓക്കെ, അപ്പൊ മറക്കണ്ട, പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അത് 89-ലാണ്, ഓർത്തിരിക്കുക. 89-ലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, 89-ലാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പൗരാവകാശ സംരക്ഷണ നിയമം അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ ആക്ട് 55-ല് 76-ലാണ് ആ പേരിലേക്ക് മാറിയെന്ന് ഓർത്തിരിക്കുക. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006-ലാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006-ലാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? ശരി, കുറച്ച് ഫോറസ്റ്റ് ആക്ടിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോട്ടെ. പറഞ്ഞേ. മദ്രാസ് ഫോറസ്റ്റ് ആക്ട് ഏത് വർഷമാണ്? മദ്രാസ് ഫോറസ്റ്റ് ആക്ട് 1882. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെ. മദ്രാസ് ഫോറസ്റ്റ് ആക്ട് 1882. ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് 1887. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പറയടാ. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പറഞ്ഞേ, അറിയാന്നുള്ളത് പറഞ്ഞേ. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. കൊള്ളാം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. കേരള ഫോറസ്റ്റ് ആക്ട് ഏത് വർഷം? കേരള ഫോറസ്റ്റ് ആക്ട് 1961. കേരള ഫോറസ്റ്റ് ആക്ട് 1961. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വനസംരക്ഷണ നിയമം ഏത് വർഷമാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980-ലാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980-ലാണ് കേട്ടോ. വനസംരക്ഷണ നിയമം 1980. മദ്രാസ് ഫോറസ്റ്റ് ആക്ട് 82. ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് 887. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. കേരള ഫോറസ്റ്റ് ആക്ട് 1961. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അല്ലെങ്കിൽ വനസംരക്ഷണ നിയമം 1980-ആണ്. ഞാനിത് പറയാൻ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ 80-ലെ വനസംരക്ഷണ നിയമവും 2006-ലെ വനാവകാശ നിയമവും നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ ഫോറസ്റ്റ് പോളിസീസ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫോറസ്റ്റ് പോളിസീസ് ഫോറസ്റ്റ് ലെഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് പടേ. ഫോറസ്റ്റ് പോളിസീസ് 1982. ഈ മഴയത്തൊക്കെ നിനക്ക് എങ്ങനെ റേഞ്ച് കിട്ടണേ കോൾ വിളിക്കാനായിട്ട്? ഏതാ സിം ഇട്ടിരിക്കുന്നത്? 1952-ഉം 1988. 1952-ഉം 1988 കേട്ടോ. ഫോറസ്റ്റ് പോളിസീസ് 1952-ഉം 1988. 1952-ഉം 1988. ഓക്കെ, ശരി, കട്ടക്ക് കൂടെ പിടിച്ചോ. ഫാസ്റ്റ് ആയിട്ട് പോകും, റിവിഷൻ ആണ്. പറ. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന രോഗം ഏതാണ്? ഈ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ കറക്കി കുത്തിയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യും. അതായത് സൂണോട്ടിക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. വാട്ട് ഈസ് സൂണോട്ടിക്? എടാ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ? സൂണോട്ടിക് എന്ന് പറയുന്ന. സൂണോട്ടിക് എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്റെ അടുത്ത് ഒരാൾ ഡൗട്ട് ചോദിച്ചതാണ്, സാറേ എപ്പിഡെമിക്കും പാൻഡമിക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ്? എപ്പിഡെമിക്കും പാൻഡമിക്കും തമ്മിലുള്ള വ്യത്യാസം പിള്ളേരെ, എപ്പിഡെമിക് ആയാലും ശരി തന്നെ, പാൻഡമിക് ആയാലും ശരി തന്നെ, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ്. മനസ്സിലായോ? എപ്പിഡെമിക് ആയാലും ശരി തന്നെ, പാൻഡമിക് ആയാലും ശരി തന്നെ, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ്. ഒരു ചെറിയ പ്രദേശത്ത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് എപ്പിഡെമിക് എന്ന് പറയുന്നത്. ഒരു ചെറിയ പ്രദേശത്ത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് എപ്പിഡെമിക് എന്ന് പറയുന്നത്. ഒരു ലാർജ് ഏരിയയിൽ, ഒരു വലിയ പ്രദേശത്ത്, അതായത് രാജ്യങ്ങൾ പോലും കടന്നു പോകുന്ന ഒരു വലിയ പ്രദേശത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. എന്ത് പറയുന്ന കുട്ടികളെ? പാൻഡമിക് എന്ന് പറയുന്നത്. പാൻഡമിക് മനസ്സിലായ? ഒരു ചെറിയ പ്രദേശത്ത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ എപ്പിഡെമിക് എന്ന് പറയും. ഒരു വലിയ പ്രദേശത്ത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പാൻഡമിക് എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ കോവിഡിനെ പാൻഡമിക് എന്ന് പറയുന്നത്. മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായി, ക്ലിയർ ആണ്. ഓക്കെ, നമ്മള് ഈ രാജ്യങ്ങൾ തോറും കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി, നമ്മുടെയൊക്കെ നാട്ടിൽ മുണ്ടെടുത്തൊക്കെ നടക്കുന്ന മാമന്മാര് ഗൾഫിലൊക്കെ പോണ സമയത്ത് പാൻറ് ഇട്ടുകൊണ്ട് പോകും അല്ലേ? അവർ ആദ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ പാൻറ് ഇട്ട് കാണുന്നത് വേറെ രാജ്യത്ത് പോകുമ്പോഴായിരിക്കും അല്ലേ? നിങ്ങൾക്ക് അറിയത്തില്ല, കുടുംബത്തിലെ മാമന്മാരും ചേട്ടന്മാരും ചിലപ്പോൾ പലരും ആദ്യമായിട്ട് പാൻറ് ഇട്ട് കാണുന്നത് പുറത്ത് പോകുമ്പോഴാണ്. അപ്പം പാൻറ് ഇട്ടുകൊണ്ട് വേറെ രാജ്യങ്ങളിലോട്ട് പോകും. അപ്പൊ രാജ്യങ്ങൾ തോറും വ്യാപിക്കുന്ന രോഗം പാൻഡമിക് കേട്ടോ. പാൻഡമിക്. ഓക്കെ, ക്ലിയർ ആണ്? പാൻഡമിക് കേട്ടോ. ശരി.
അത് ഓർത്തിരിക്കണം. അപ്പൊ എലിപ്പനി ഒരു സൂണോട്ടിക് ആണ്. എലിപ്പനി ഒരു സൂണോട്ടിക് ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്, എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ആ പറ. ഇപ്പൊ സ്ഥിരം കിടന്ന് കറങ്ങുന്നുണ്ട്. 2 3 തവണയൊക്കെ ഈ സെയിം പാറ്റേണിൽ തന്നെ ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിണ്ഡം ഒരിക്കലും മാറത്തില്ല. പിണ്ഡം കോൺസ്റ്റന്റ് ആണ്. പിണ്ഡം നിങ്ങൾ ഇനി എവിടെ കൊണ്ടുവച്ചാലും ശരി തന്നെ പിണ്ഡം കോൺസ്റ്റന്റ് ആണ്. പിണ്ഡം മാറത്തില്ല. പക്ഷേ ഭാരം മാറും അല്ലേ? ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഇക്വേറ്റർ അല്ലെങ്കിൽ മധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഇത് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നു. ധ്രുവപ്രദേശത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ തണുപ്പാണ്. അപ്പൊ നമ്മൾ സെറ്ററൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ പെരുവി വെയിറ്റ് ഉള്ള പോലെ ഇരിക്കും അല്ലെ? നമ്മൾ ധ്രുവപ്രദേശത്ത് ഇങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ കിട്ടും. നല്ല ഈ ജാക്കറ്റ് സ്വെറ്ററൊക്കെ ഇട്ട് ഇതുപോലെ മറ്റേ ഇവിടെ രോമൊക്കെ ഉള്ള തലയിൽ സാധനമൊക്കെ ഇട്ട് അല്ലേ? നല്ല വെയിറ്റ് തോന്നല്ലേ ആളെ കാണുമ്പോഴേ? നല്ല വെയിറ്റ് തോന്നും. അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും വെയിറ്റ് കൂടുതൽ. ഇനി നിങ്ങള് നമ്മുടെ ഭൂമധ്യരേഖയല്ല, ധ്രുവപ്രദേശത്തുള്ള ആൾക്കാരായിരിക്കും വെയിറ്റ് കൂടുതൽ. ധ്രുവപ്രദേശത്ത്. ഇനി നിങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്തിരിക്കുന്ന ഒരാളെന്ന് ആലോചിച്ചേ. ഭൂമധ്യരേഖയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന സ്ഥലമാണ്. ചൂട് കൂടുതലാണ്. ഓക്കെ, ചൂടടിച്ച് വിയർത്ത് ഒട്ടി വലിഞ്ഞ് എല്ലൊക്കെ ഇങ്ങനെ വെളിയിലായ ഒരാളിൽ കാണാൻ കഴിയുന്നത് അല്ലേ? ഭൂമധ്യരേഖാ പ്രദേശത്ത്. അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്താണ് ഏറ്റവും വെയിറ്റ് കുറവ്. ഓക്കെ, ക്ലിയർ ആണ്? ഇനി ധ്രുവപ്രദേശത്ത് ഏറ്റവും വെയിറ്റ് കൂടുതൽ. മാസ് കോൺസ്റ്റന്റ്. മാസ് എന്താ കുട്ടികളെ? കോൺസ്റ്റന്റ്. മാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. മാസ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ പിണ്ഡം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. മനീഷ റെക്കോർഡ് ക്ലാസ് ഒന്നും കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കാരണം റീസെന്റ് ആയിട്ട് വന്ന 4-5 ക്ലാസ്സിൽ ഞാൻ മനീഷയെയും വിജയണ്ണനെയും ഞാൻ കമ്പയർ ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ അത് കാണുന്ന സമയത്ത് നീ എനിക്ക് മെസ്സേജ് ഇടുന്നതാണ്. നീ അത് റെക്കോർഡ് ക്ലാസ് കാണാത്തോണ്ടാണ് നീ അതിനെ കുറിച്ച് ഒന്നും പറയാത്തത് കേട്ടാ. പോയെന്ന് തോന്നുന്നു, കുട്ടി അറിഞ്ഞില്ല. ശരി, അടുത്ത ചോദ്യം. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരെന്നാണ് ചോദ്യം. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരെന്നാണ് ചോദ്യം. വളരെ ഗദ്ദിക നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. PK കാളൻ കേട്ടോ. PK കാളനാണ് ഗദ്ദിക കലാകാരൻ കേട്ടോ. ഈ ഗദ്ദിക എവിടെയുള്ളതാ പിള്ളേരെ? ഗദ്ദിക എവിടെയുള്ള കലാരൂപമാണ് ഗദ്ദിക വയനാട് ജില്ലയില് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു മന്ത്രവാദ കലാരൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ ആദിവാസികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു മന്ത്രവാദ കലാരൂപമാണ് ഗദ്ദിക. അവിടെ ചികിത്സാ സമ്പ്രദായമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രവാദ കലാരൂപമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? ഗദ്ദിക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഈ PK കാളന്റെ പേരില് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ആരാണ്? ഈ PK കാളൻ പുരസ്കാരം കൊടുക്കുന്നത് ആരാണ് കുട്ടികളെ? PK കാളൻ പുരസ്കാരം കൊടുക്കുന്നത് കേരള ഫോക്ലോർ അക്കാഡമിയാണ്. കേരള ഫോക്ലോർ അക്കാഡമിയാണ് PK കാളൻ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ ആരാണ് PK കാളൻ പുരസ്കാരം കൊടുക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാല് കേരള ഫോക്ലോർ അക്കാഡമി. ആരാ പിള്ളേരെ? കേരള ഫോക്ലോർ അക്കാഡമിയാണ് PK കാളൻ പുരസ്കാരം കൊടുക്കുന്നത്. കേരള ഫോക്ലോർ അക്കാഡമിയാണ്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. കേരള ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ ആരാണ്? ഫോക്ലോർ അക്കാഡമി ആരാ പിള്ളേരെ? ഫോക്ലോർ അക്കാഡമി ചെയർമാൻ ആരാ? OS ഉണ്ണികൃഷ്ണൻ അല്ലെ? OS ഉണ്ണികൃഷ്ണനാണ്
കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ. ഓക്കെ. ലളിതകല അക്കാദമി മുരളി ചീരോത്ത് ലളിതകല അക്കാദമി മുരളി ചീരോത്ത്. ഓക്കെ. എങ്കിലേ വേറെ അക്കാദമിയുടെ ഇതില്ല. സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീത നാടക അക്കാദമി ചെയർമാൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ത് വിദ്വാനാണ് അദ്ദേഹം? ചെണ്ട വിദ്വാൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട വിദ്വാനാണ്. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട വിദ്വാനാണ്. ഓക്കെ. പറ. കേരള സാഹിത്യ അക്കാദമി കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. ആരാ കുട്ടികളെ? കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ. ഓക്കെ. സംഗീത നാടകം മട്ടന്നൂർ ശങ്കരൻകുട്ടി, ലളിതകല മുരളി ചീരോത്ത്, ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. 4 പറഞ്ഞതിൽ 3 തൃശ്ശൂർ. ഏതാ 3? സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി തൃശ്ശൂര്. സാഹിത്യം സംഗീതം ലളിതകല തൃശ്ശൂര്. കണ്ണൂര് ഫോക്ലോർ അക്കാദമി. കണ്ണൂർ ചിറക്കലാണ് ഫോക്ലോർ അക്കാദമി. ബേസ് ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. PK കാളൻ അവാർഡ് കൊടുക്കുന്നത് ഫോക്ലോർ അക്കാദമി. PK കാളൻ പുരസ്കാരം കൊടുക്കുന്നത് ആരാ കുട്ടികളെ? ഫോക്ലോർ അക്കാദമി. ഓക്കെ. ശരി, ചെയ്തേ. താഴെ കാണിച്ചിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരോ ക്വസ്റ്റ്യൻ പാനലിൽ കയറിയിട്ടുണ്ട്. കാരണം ഈ ചോദ്യം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. മഹാരാജാസ് കോളേജിന്റെ പഠിച്ചു വെച്ചോ, വർഷമൊക്കെ ചോദിക്കും. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. ശരിയാണ്. ഇനി അടുത്ത് 37 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചത്. ഈ തിരുവിതാംകൂർ സർവകലാശാല എപ്പോഴാണ് കേരള സർവകലാശാലയായി മാറിയത്? തിരുവിതാംകൂർ സർവകലാശാല 1957 കേരള സർവകലാശാലയായി മാറി അല്ലെ? തിരുവിതാംകൂർ സർവകലാശാല 1957 കേരള സർവകലാശാലയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. 1957 തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായിട്ട് മാറിയത്. മനസ്സിലായടാ? അപ്പൊ അത് പഠിക്കേണ്ടത് പോയിന്റ് ആണ്. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചത്. 1937 തിരുവിതാംകൂർ സർവകലാശാല എന്ത് ചെയ്തത് പിള്ളേരെ ആരംഭിച്ചത് കേട്ടോ. ഈ സർവകലാശാല VC-മാരുടെ പേരൊക്കെ ഞാൻ നാളെ കേരളത്തിലെ പദവികളുടെ ഒരു വീഡിയോ ഞാൻ രാവിലെ ചെയ്യും. പരീക്ഷയ്ക്ക് പോകുന്നവർ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോണേ, കേരളത്തിലെ പദവികൾ കേട്ടോ. ഓക്കെ. പുതിയ വൈസ് ചാൻസലർമാരെയൊക്കെ പേര് പറഞ്ഞു പോകും. കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ വൈസ് ചാൻസലർമാർ ചോദിക്കുന്നില്ല. ചിലപ്പോൾ കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയൊക്കെ. സോ കണ്ടുനോക്കാം. ഇവിടെ ആൻസർ പറഞ്ഞില്ല. ആൻസർ ഓപ്ഷൻ എ 2, 3. ഓക്കെ. ഈ മഹാരാജാസ് കോളേജ് ആദ്യമായിട്ടല്ല ചോദിക്കുന്നത് കേട്ടോ. ഇതിപ്പം റീസെന്റ് ആയിട്ട് 2-3 വന്നിട്ടുണ്ടേ കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഒരു കുഴപ്പം കിടപ്പുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ. പിള്ളേരെ, താഴെ കാണിച്ചവയിൽ ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കഴിഞ്ഞോട്ടെ. താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേഴ സമ്മേളനം വിളിച്ചു ചേർത്തത്. ശരിയാണോ? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണോ? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ തന്നെയാണ് വട്ടമേഴ സമ്മേളനങ്ങളെ വിളിച്ചു ചേർത്തത്. അത് ശരിയായിട്ടുള്ളൊരു പോയിന്റ് ആണ്. ആദ്യ 2 വട്ടമേഴ സമ്മേളനങ്ങളും ഗാന്ധിജി പങ്കെടുത്തു എന്നുള്ള തെറ്റാണ്. ഗാന്ധിജി ഒന്നിൽ മാത്രമേ, 2-ാം വട്ടമേഴ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? പങ്കെടുത്തത് അല്ലേ? 2-ാം വട്ടമേഴ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? പങ്കെടുത്തത്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു എന്നുള്ള പോയിന്റ്.
അതിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ് കുട്ടികളെ? നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ആരംഭിച്ചത്. അത് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയോടത് എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ഗാന്ധി ഇർവിൻ ഉടമ്പടിയോടത് അവസാനിപ്പിച്ചു. പക്ഷേ ഈ വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു. മനസ്സിലായ? ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു, വീണ്ടും തുടങ്ങി. ഇവിടെ ആരംഭിച്ചു എന്നുള്ള പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്, പുനരാരംഭിക്കുകയാണ് ചെയ്തത്. മനസ്സിലായ? 31 ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ നിർത്തിയ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ എന്ത് ചെയ്തു കുട്ടികളെ? അത് പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അപ്പൊ പുനരാരംഭിച്ചു എന്ന വാക്ക് വന്നാൽ ഇത് ശരിയാണ്. പക്ഷെ PSC ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 1ഉം 3ഉം ആൻസർ എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് എടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഡിലീഷൻ പോവും കേട്ടോ, ചിലപ്പോൾ എന്ത് ചെയ്യും? ഡിലീഷൻ പോവും. ആരംഭിക്കുകയല്ല ചെയ്തത്, പുനരാരംഭിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് മനസ്സിലാക്കേണ്ട പോയിന്റ്, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് വട്ടമേശ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്തു. പഠിക്കേണ്ട പോയിന്റ് ആണ്. ഗാന്ധിജി 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയാണ് ചെയ്തത്. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്തു കുട്ടികളെ? പുനരാരംഭിക്കുകയാണ് ചെയ്തത് കേട്ടോ. 30 ആരംഭിച്ച ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്തു? 31 ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലൂടെ എന്ത് ചെയ്തു കുട്ടികളെ? നിർത്തലാക്കി. ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലൂടെ എന്ത് ചെയ്തു കുട്ടികളെ? നിർത്തലാക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? പുനരാരംഭിച്ചു എന്നതാണ് ശരി കേട്ടോ. പുനരാരംഭിച്ചു എന്നതാണ് ശരി കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേടാ. പിള്ളേരെ, യുണിസെഫ് അല്ലേ? യുണിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അല്ലേ? ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് യുണിസെഫ് അല്ലേ? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് യുണിസെഫ്. യുണിസെഫിന്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ. അത് ശരിയാണ്. നിങ്ങൾ ഈ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ. ഈ കാതറിൻ റസൽ എന്ന പേര് നിങ്ങൾക്ക് വീണ്ടും ചോദ്യ പേപ്പറിൽ വരും കേട്ടോ. യുണിസെഫിന്റെ ഡയറക്ടർ എന്ന രീതിയിൽ അത് ചിലപ്പോൾ അത് മാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. കാതറിൻ റസൽ എന്ന പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യും കുട്ടികളെ? നിങ്ങൾക്ക് വരും. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. ശരിയോ തെറ്റോ? 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരിയാണ്. ഓക്കെ. ഇനി സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. 2024 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നത് ശരിയാണ്. ഇവിടെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നാണ് പറയേണ്ടത് കേട്ടോ. അപ്പം മറക്കണ്ട, യുണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസലാണ് 2024 ഒട്ടക വർഷം. 2024 വനിതാ ദിനത്തിന്റെ പ്രമേയം സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. ഓക്കെ പിള്ളേരെ, ഈ UN ഏത് വർഷമാണ് അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസന വർഷമായി ആചരിച്ചത്? അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വികസന വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? അന്താരാഷ്ട്ര സുസ്ഥിര പർവ്വത വർഷമായിട്ട് ആചരിച്ചത് സുസ്ഥിര പർവ്വത വികസന വർഷം 2022 സുസ്ഥിര പർവ്വത വികസന വർഷം. 2022 സുസ്ഥിര പർവ്വത വികസന വർഷം. എടാ 2011 എന്തുവാടാ? നീയൊക്കെ വേട്ടാവിളിയും. 2011 എന്താ പിള്ളേരെ? പർവ്വത വർഷം ശരിയാണ്. പോടാ അയച്ചു. 2011 വനവർഷം. 2011 വനവർഷം. വവ്വാല്, നിന്നെയൊക്കെ പോലുള്ള കുറെ വവ്വാലുകളെ കുറിച്ചുള്ള വർഷം, വവ്വാൽ വർഷം. 2011 വനവർഷം, വവ്വാൽ വർഷം, രസതന്ത്ര വർഷം. വനം, വവ്വാല്, രസതന്ത്രം. കേട്ടാ, ഒരു ബന്ധമില്ലാത്ത 3 സാധനങ്ങൾ. വനം, വവ്വാല്, രസതന്ത്രം. 2011.
പർവ്വത വർഷം ഏതാ? പർവ്വത വർഷം ഏതാ പിള്ളേരെ? പർവ്വത വർഷം 2002 ആണേ. പർവ്വത വർഷം 2002 ആണ്. പർവ്വത വർഷം 2002. പർവ്വത വർഷം 2002. സുസ്ഥിര പർവ്വത വികസന വർഷം. സുസ്ഥിര പർവ്വത വികസന വർഷം 2022. സുസ്ഥിര പർവ്വത വികസന വർഷം 2022. പർവ്വത വർഷം 2002. വനം വവ്വാല് രസതന്ത്രം 2011. വനം വവ്വാല് രസതന്ത്രം 2011. പറയടാ, പർവ്വത ദിനമാർക്ക് പറയാം. പർവ്വത ദിനമാർക്ക് പറയാം. പർവ്വത ദിനമാർക്ക് പറയാം. പർവ്വത ദിനം ഡിസംബർ 11. പർവ്വത ദിനം ഡിസംബർ 11 കറക്റ്റ് ആണ്. പർവ്വത ദിനം ഡിസംബർ 11. പർവ്വത ദിനം ഡിസംബർ 11. ഡിസംബർ 11 പർവ്വത ദിനം. ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ പറ ചെറുധാന്യ വർഷം. ചെറുധാന്യ വർഷം. ചെറുധാന്യ വർഷം 2023. ചെറുധാന്യ വർഷം 2023. ചെറുധാന്യ വർഷം 2023. ചെറുധാന്യ വർഷം 2023. ഓക്കെ, ക്ലിയർ ആണല്ലോ. ചെറുധാന്യ വർഷം 2023. ചെറുധാന്യ വർഷം 2023 കേട്ടോ. സുസ്ഥിര പർവ്വത വികസനം 2022. സുസ്ഥിര പർവ്വത വികസനം 2022. സുസ്ഥിര പർവ്വത വികസന വർഷം 2022. ചെറുധാന്യ വർഷം 2000 ലെഫ്റ്റ് ആയിട്ട് വരാം. ചെറുധാന്യ വർഷം 2023. ചെറുധാന്യ വർഷം 2023. ഓക്കെ പിള്ളേരെ 2024 നമ്മൾ പറഞ്ഞു ഒട്ടകം. 2024 ഒട്ടകം. 2024 ഒട്ടകം. 25 പറ. 2025 പറ. 2025 പറ പിള്ളേരെ. ഒന്ന് ഹിമാനി സംരക്ഷണ വർഷം. 2025 ഹിമാനി സംരക്ഷണ വർഷം. ഹിമാനി സംരക്ഷണ വർഷം. രണ്ടാമത്തത് സഹകരണ വർഷം. സഹകരണ വർഷം. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. രണ്ടുമില്ലാത്ത സാധനങ്ങളാണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അടുത്ത് ആർക്ക് പറയാം? നാലാമത്തെ പോയിന്റ് ആർക്ക് പറയാം? ക്വാണ്ടം സയൻസ് അല്ലെ? ക്വാണ്ടം സയൻസ് വർഷം. ക്വാണ്ടം സയൻസ് വർഷം കേട്ടോ. ക്വാണ്ടം സയൻസ് ഇയർ 2025 അവന്മാര് വാരി പറക്കി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് ഹിമാനി സംരക്ഷണ വർഷം. 2 സഹകരണ വർഷം. 3 സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം. 4 ക്വാണ്ടം സയൻസ് വർഷം. എന്താ പിള്ളേരെ? ക്വാണ്ടം സയൻസ് വർഷം. ഇതെല്ലാം 2025 ആണ്. ഇത് 2025 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ കുട്ടികളെ? ക്ലിയർ ആണ്. ഓക്കെ, കർഷക വനിതാ വർഷമായി പ്രഖ്യാപിച്ചത് ഏതാണ്? കർഷക വനിതാ വർഷമായി പ്രഖ്യാപിച്ചത് ഏതാണ്? ആർക്ക് പറയാം? കർഷക വനിതാ വർഷമായി പ്രഖ്യാപിച്ചത് 2026 കേട്ടോ. കർഷക വനിത, പുരുഷന്മാര് മാത്രം കൃഷി ചെയ്താൽ പോരെന്ന് UN-നും തോന്നി. അങ്ങനെ കർഷക വനിതാ വർഷമായി പ്രഖ്യാപിച്ചത് 2026 കേട്ടോ. 2026 നീയൊക്കെ ജോലി കിട്ടാത്തവളമാര് എല്ലാം ഇറങ്ങിക്കോണം കേട്ടോ കൃഷിക്ക്. 2026 കർഷക വനിതാ വർഷം. 2026 കർഷക വനിതാ വർഷം. കർഷക വനിതാ വർഷമാണ് 2026 പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷക വനിതാ വർഷമായിട്ടാണ് കേട്ടോ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി വനിതകൾക്ക് വേണ്ടി ഒരു ചോദ്യം. അന്താരാഷ്ട്ര വനിതാ ദിനം ഏതാ? അന്താരാഷ്ട്ര വനിതാ ദിനം ഏതാ പിള്ളേരെ? പറഞ്ഞേ, അന്താരാഷ്ട്ര വനിതാ ദിനം ഏതാ? അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ക്വസ്റ്റ്യനിൽ കണ്ടതുകൊണ്ട് നിങ്ങൾക്കറിയാം 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. 2025 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? സ്ത്രീകൾ കുട്ടികൾ അവകാശങ്ങൾ, തുല്യത, ശാക്തീകരണം അല്ലേ? എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവകാശങ്ങൾ, തുല്യത, ശാക്തീകരണം. കേട്ടോ പിള്ളേരെ? അപ്പൊ ഇങ്ങനെ പഠിക്കാം. ഫോർ ആൾ വുമൺ ആൻഡ് ഫോർ ആൾ
for all women and girls, for all women and girls, for all women girls, left side above. Okay, rights, okay, equality, empowerment, okay, clear ആണല്ലോ. For all women and girls, rights, equality and empowerment, എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, അതുപോലെ തുല്യത, ശാക്തീകരണം. ഇതാണ് 2025 തീം. കേട്ടോ, സംസ്കരിച്ചിട്ട് വാ. ഓക്കെ, ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഇത്രയും പോയിന്റ്സ് ഇവിടെ പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ചോദ്യം. ലെഫ്റ്റ് ആയിക്കോ. പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? സംസ്കരിച്ചിട്ട് വാ. എത്ര ഡിഗ്രിക്കുള്ളിലാണ് പിള്ളേരെ? ഈ ഒരു ചോദ്യം കേട്ടാ നല്ലൊരു നിലവാരമുള്ള ചോദ്യമായിരുന്നു പിള്ളേരെ. ഈ ഭൂകമ്പ തരംഗങ്ങള് പി തരംഗങ്ങളുമുണ്ട്, എസ് തരംഗങ്ങളുമുണ്ട് കേട്ടോ. പി തരംഗങ്ങളുമുണ്ട്, എസ് തരംഗങ്ങളുമുണ്ട്. അതിൽ പി തരംഗങ്ങളുടെ നിഴൽ മേഖല എന്ന ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പി തരംഗങ്ങളുടെ നിഴൽ മേഖല വരുന്നത് എവിടെയാണ് കുട്ടികളെ? 103 ഡിഗ്രി, 142 ഡിഗ്രി, 142 ഡിഗ്രി. ഇനി എസ് തരംഗങ്ങളാണെങ്കിൽ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ കേട്ടോ. എസ് തരംഗങ്ങളാണെങ്കിൽ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയാണ് എസ് ഭൂകമ്പ തരംഗങ്ങളുടെ നിഴൽ മേഖല വരുന്നത്. ഓക്കെ, അപ്പൊ എസ് ഭൂകമ്പ തരംഗങ്ങളുടെ നിഴൽ മേഖല വരുന്നത് 0 മുതൽ 100 ഡിഗ്രി വരെയും. ഓക്കെ, ഇനി പി ഭൂകമ്പ തരംഗങ്ങളാണെങ്കിൽ 103 ഡിഗ്രി മുതൽ 142 ഡിഗ്രി വരെയുമാണ് വരുന്നത്. ക്ലിയർ ആണ്? ഇത് നമുക്ക് പ്ലസ് ടു എന്നുള്ള ഒരു പോർഷൻ വന്നൊരു ചോദ്യമാണ്. കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇത് ഓർത്തിരിക്കുക. പി ആണെങ്കിൽ 103, 142, എസ് ആണെങ്കിൽ 0, 100 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണ്? അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എസ് തരംഗങ്ങളും അതുപോലെ പി തരംഗങ്ങളും ഉണ്ട്. എസ് തരംഗങ്ങളുമുണ്ട്, പി തരംഗങ്ങളുമുണ്ട്. എന്തായിട്ട്? ഭൂകമ്പ തരംഗങ്ങളായിട്ട് എസ് തരംഗങ്ങളും പി തരംഗങ്ങളും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 0 ഡിഗ്രി 100 ഡിഗ്രി വരെ എസ്, 103, 142 വരെ ഏതാണ് കുട്ടികളെ? പി തരംഗങ്ങൾ. ഓർത്തിരിക്കുക. അതാണ് നമ്മുടെ നിഴൽ മേഖല വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാം. ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. കൂടുതൽ നമുക്ക് പറയാനുള്ള സമയം ഇപ്പം ഇല്ല. ഓക്കെ, വീണ്ടും ചോദ്യം വരികയാണെങ്കിൽ മുന്നോട്ടുള്ള എക്സാമിന് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണ്? ശരി, ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പിള്ളേരെ ചെയ്. ലെഫ്റ്റ് ആയിക്കോ. നിസ്കരിച്ചിട്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? പോയിട്ടോ പെട്ടെന്ന് പോയിട്ടോ. നോക്കാടാ പിള്ളേരെ. എടാ, കൃഷി ഏത് മേഖലയിലാണ് വരുന്നേ? കൃഷി പ്രാഥമിക മേഖലയിൽ വരുന്നൊരു കാര്യമാണ്. ഖനനവും പാറവെട്ടും വരുന്നതോ കുട്ടികളെ? അതും പ്രാഥമിക മേഖലയിലാണ്. ഖനനവും പാറവെട്ടും വരുന്നതും പ്രാഥമിക മേഖലയിലാണ്. ഓക്കെ, ഉൽപ്പന്ന നിർമ്മാണം വരുന്നതോ? ഉൽപ്പന്ന നിർമ്മാണം വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. ഉൽപ്പന്ന നിർമ്മാണം വരുന്നത്. ദ്വിതീയ മേഖലയിലാണ്. വൈദ്യുതി ഗ്യാസ് ജലവിതരണം
വൈദ്യുതി ഗ്യാസ് ജലവിതരണം വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. വൈദ്യുതി ഗ്യാസ് ജലവിതരണം വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. വൈദ്യുതി ഗ്യാസ് ജലവിതരണം വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നതോ ദ്വിതീയ മേഖലയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. ഓക്കെ. വ്യാപാരം വരുന്നത് തൃതീയ മേഖലയിലാണ്. വ്യാപാരം വരുന്നത്. ഓക്കെ. ഗതാഗതവും സംഭരണവും വരുന്നതോ അതും തൃതീയ മേഖലയിലാണ്. ഗതാഗതവും സംഭരണവും വരുന്നത് തൃതീയ മേഖലയിലാണ്. ഓക്കെ. സേവനങ്ങൾ വരുന്നതോ അതും തൃതീയ മേഖലയിലാണ്. സേവനങ്ങൾ വരുന്നതും തൃതീയ മേഖലയിലാണ്. ഓക്കെ. അതായത് ഇവിടെ പറയുന്നത് പ്രാഥമിക മേഖലയിൽ 1, 2, 4 പ്രാഥമിക മേഖല തെറ്റ്. ഓക്കെ. ദ്വിതീയ മേഖലയിൽ 2, 3, 4, 5 അത് തെറ്റ്. സേവന മേഖലയിൽ 4, 5, 7, 4, 5 അതും തെറ്റ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി വരും. ഇവയൊന്നുമല്ല എന്ന് വരും. ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല എന്നാണ് പറയേണ്ടത്. ഓക്കെ. നിങ്ങൾ പലരും സി ആണ് കമന്റ് ചെയ്തത്. നേരെ ക്വസ്റ്റ്യൻ പോലും എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാൻ തന്നെ ഏകദേശം 1 മിനിറ്റോളം എടുക്കും. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ഇങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത്? ഓക്കെ. പിള്ളേരെ അത് ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി ദ്വിതീയ മേഖലയല്ലേ? ജലവിതരണം ദ്വിതീയ മേഖലയല്ലേ? ഇത് ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കുക. ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. കേട്ടാ? ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാതെ പലരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ശീലം ഒഴിവാക്കുക. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാനുള്ള മനസ്സ് കാണിക്കണം. കേട്ടോ? ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാനുള്ള മനസ്സ് കാണിക്കണം. കേട്ടാ? പ്രത്യേകിച്ച് മെയിൻ എക്സാമിന് കേട്ടോ, നിങ്ങൾക്ക് സമയം കിട്ടും. സമയം കിട്ടാതിരിക്കുകയൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാനുള്ള മനസ്സ് കാണിക്കണം. കേട്ടോ? ഓക്കെ. ക്ലിയർ ആണ്. ശരി. അടുത്ത ചോദ്യം ചെയ്തേ. പിള്ളേരെ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവനയാണ്. ഹരിത വിപ്ലവം സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള ഇത് ഉൽപ്പാദിപ്പിച്ചു. ശരിയാണ്. അടുത്ത്, ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. അത് തെറ്റാണ്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടമാണ് അല്ലെ? ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടമാണ് 1960 പകുതി മുതൽ 1970 പകുതി വരെ. 2ാം ഘട്ടം 70 പകുതി മുതൽ 80 പകുതി വരെയാണ്. 2ാം ഘട്ടം 70 പകുതി മുതൽ 80 പകുതി വരെയാണ് 2ാം ഘട്ടം അല്ലെ? 70 പകുതി മുതൽ 80 പകുതി വരെയാണ് 2ാം ഘട്ടം വരുന്നത്. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി എന്നുള്ളത് വളരെ ശരിയാണ്. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിതഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ പിള്ളേരെ അത്? പൈസ ഉള്ള കർഷകര് അത്യുൽപാദന ശേഷിയുള്ള അവര് നൂതന സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുകയും അത് ഉപയോഗിച്ച് അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. പൈസ ഇല്ലാത്ത ചെറുകിട കർഷകർക്ക് അത് വാങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പണക്കാര് കൂടുതൽ പണക്കാരാവുകയും പാവപ്പെട്ടവൻ അതുപോലെ നിൽക്കുകയും ചെയ്തു. അതായത് ആ ഒരു ഗ്യാപ്പ് വർദ്ധിക്കുകയാണ് ചെയ്തത്. കുട്ടികളെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പം മനസ്സിലാക്കുക, ഇവിടെ ഓപ്ഷൻ ബി ആണ്. ചോദ്യം ഇപ്പം നമുക്ക് വായിക്കുമ്പോഴൊക്കെ എളുപ്പമായിട്ടൊക്കെ തോന്നുമെങ്കിലും എക്സാം ഹാളിൽ കൺഫ്യൂഷൻ വരരുത്. കാരണം അത്രത്തോളം ഹരിത വിപ്ലവത്തിന്റെ ചോദ്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? ഓക്കെ. അടുത്ത ചോദ്യം ചെയ്തടാ. ഉത്തരം കമന്റ് ചെയ്തേ.
ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അതായത് ഒന്ന് ഡി. ഓക്കെ, 1D ആണ്. 1Dയുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ, അഡ്വൈസർ ആരാ പിള്ളേരെ? അഡ്വൈസർ BN റാവു. അപ്പൊ 2A. അറിഞ്ഞോദരെ പഠിച്ചോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകൻ അല്ലെങ്കിൽ അഡ്വൈസർ BN റാവു ആണ്. നിയമ ഉപദേശകൻ അല്ലെങ്കിൽ അഡ്വൈസർ BN റാവു ആണ്. നിയമ ഉപദേശകൻ അല്ലെങ്കിൽ അഡ്വൈസർ ആരാ കുട്ടികളെ? BN റാവു ആണ്. 2A. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ചെയർമാൻ ആരാ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ചെയർമാൻ സച്ചിദാനന്ദ സിൻഹയാണ്. 3B ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ. ആ പ്രവിശ്യ കമ്മിറ്റി നമ്മൾ പഠിച്ചു. കമ്മിറ്റിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആരാണ് കുട്ടികളെ? 4C പട്ടേൽ. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയണം. 1-2 ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയണേ. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. ആരായിരുന്നു സെക്രട്ടറി? ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. ആരായിരുന്നു സെക്രട്ടറി? ആരായിരുന്നു കുട്ടികളെ? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സെക്രട്ടറി ആരായിരുന്നു കുട്ടികളെ? ആരായിരുന്നു? പറയൂ, കമന്റ് ചെയ്യൂ. ആർക്കും അറിയത്തില്ല. മിത്തലാണോ? എടാ, HC മുഖർജി എന്തായിരുന്നു? ഉപാധ്യക്ഷനായിരുന്നു. HC മുഖർജിയും പ്ലസ് ഇത് ചെയ്യട്ടോണേ. HC മുഖർജിയും ഒരു ഉപാധ്യക്ഷനും കൂടെ ഉണ്ടായിരുന്നു. HC മുഖർജിയും പിന്നെ VT കൃഷ്ണമാചാരി. ഈ 2 ആൾക്കാരും എന്തായിരുന്നു കുട്ടികളെ? ഉപാധ്യക്ഷന്മാരായിരുന്നു. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും എന്തായിരുന്നു കുട്ടികളെ? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും ഉപാധ്യക്ഷന്മാരായിരുന്നു. അതായത് നമ്മുടെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് അല്ലേ? അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും, TT അല്ല, VT കൃഷ്ണമാചാരിയും എന്തായിരുന്നു കുട്ടികളെ? ഉപാധ്യക്ഷന്മാരായിരുന്നു. സെക്രട്ടറി ആരായിരുന്നു കുട്ടികളെ? സെക്രട്ടറി JB കൃപലാനി ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ്. എല്ലാം പറഞ്ഞുതരാം. JB കൃപലാനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ്. JB കൃപലാനി. ഇനി ആരായിരുന്നു സെക്രട്ടറി എന്ന് കേട്ട് കഴിഞ്ഞാൽ HVR അയ്യങ്കാർ ആയിരുന്നു. എന്ത് കുട്ടികളെ? സെക്രട്ടറി. HVR അയ്യങ്കാർ ആയിരുന്നു സെക്രട്ടറി. ഓക്കെ, അതായത് നമ്മൾ സ്ഥിരം പഠിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ? സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, പിന്നെ സ്ഥിരം അധ്യക്ഷൻ നമ്മൾ പഠിക്കും രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ ആരെ പഠിക്കും? രാജേന്ദ്ര പ്രസാദിനെ പഠിക്കും. പക്ഷെ നിങ്ങളിവിടെ പഠിക്കേണ്ട 5 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഉപദേശകൻ അല്ലെങ്കിൽ അഡ്വൈസർ ആരാ കുട്ടികളെ? BN റാവു, ബെനഗൽ നരസിംഹ റാവു. BN റാവു അല്ലെങ്കിൽ ബെനഗൽ നരസിംഹ റാവു. മനസ്സിലായോ? BN റാവു അല്ലെങ്കിൽ ബെനഗൽ നരസിംഹ റാവു. ക്ലിയർ ആണ്. ഇനി ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? അഭിസംബോധന ചെയ്തത്, അഡ്രസ് ചെയ്തത് ആരാ കുട്ടികളെ? JB കൃപലാനി. ആദ്യമായിട്ട് എന്ത് ചെയ്ത കുട്ടികളെ? ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഇനി ആരൊക്കെയായിരുന്നു ഉപാധ്യക്ഷന്മാർ? ഉപാധ്യക്ഷന്മാര് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും കേട്ടോ. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇനി ആരായിരുന്നു സെക്രട്ടറി? പിള്ളേരെ? സെക്രട്ടറി HVR അയ്യങ്കാർ. ആരാ കുട്ടികളെ? HVR അയ്യങ്കാർ. സെക്രട്ടറി HVR അയ്യങ്കാർ. ഈ പേരുകൾ നിങ്ങൾ മറക്കോ? നിങ്ങള് ഒന്നുകൂടെ പറയണോ?
ഒന്നുകൂടെ പറയണോ പിള്ളേരെ? ഉപദേശകൻ, അഡ്വൈസർ, BN റാവു, ബെനഗൽ നരസിംഹറാവു. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. അസംബ്ലി ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഓക്കെ. സെക്രട്ടറി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ വൈസ് ചെയർമാൻമാർ ആരൊക്കെയെന്ന് കേട്ടാൽ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജിയും TT അല്ല, VT കൃഷ്ണമാചാരി. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഈ പേരുകൾ മറക്കരുത്, നിങ്ങൾക്ക് ചോദ്യം വരും കേട്ടോ, ചോദ്യം വരും. ഓക്കെ, കുറെ എണ്ണം എങ്ങോട്ട് പോയടേ? മഴയായോണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ പോയതായിരിക്കും അല്ലേ? പോട്ടും. ജയ് ക്വസ്റ്റ്യൻ ചെയ്. പിള്ളേരെ, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഏത് ആർട്ടിക്കിളിലാണ് കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് കുടിൽ വ്യവസായങ്ങള്? 43. അപ്പൊ 1B ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഏതാ? യൂണിഫോം സിവിൽ കോഡ് 44. അപ്പൊ 2C അല്ലേ? 2C ആണ് യൂണിഫോം സിവിൽ കോഡ്. 2C. ഓക്കെ. അടുത്ത് ഗോവധം നിരോധിക്കുക. ഗോമാത 3D. ഓക്കെ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. വളരെ 51 4A 1B 2C 3D 4A. ഓക്കെ, ഓപ്ഷൻ ബി ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പിള്ളേരെ, ഈ ആർട്ടിക്കിൾ 51 PS ഒരു പിടുത്തം പിടിക്കാറുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 51 PS ഒരു പിടുത്തം പിടിക്കാറുണ്ട്. കാരണം ആർട്ടിക്കിൾ 51 1, 2, 3, 4 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, 2, 3, 4 4 കാര്യങ്ങൾ ആർട്ടിക്കിൾ 51 പറയുന്നുണ്ട്. ഓക്കെ, അതിലൊരു പിടുത്തം PS ഇടയ്ക്കിടയ്ക്ക് പിടിക്കാറുണ്ട്. നിങ്ങൾ ആ പിടുത്തം കണ്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അവിടെ കിടക്കുന്നത്. പറ, 51 ഒന്നെന്താ? 51 ഒന്നെന്താ പിള്ളേരെ? 51 ഒന്നാണ് അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുക. 51 ഒന്നാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. 51 1. 2 പറ. 51 2 പറ. ലെഫ്റ്റ് ആയിട്ട് വാ, പെട്ടെന്ന് വാ. 51 2. രാജ്യങ്ങളുമായി നീതിയുക്തമായ ബന്ധം പുലർത്തുക. ക്ലിയർ ആണ്. 3 എന്താ പിള്ളേരെ പറയുന്നത്? 3 അന്താരാഷ്ട്ര നിയമങ്ങളെ അനുസരിക്കുക അല്ലെങ്കിൽ ആദരവ് കാണിക്കുക. അന്താരാഷ്ട്ര നിയമങ്ങളോട് ആദരവ്. 3 പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളോട് ആദരവ്. 4 എന്താ? 4 അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ പ്രയത്നിക്കുക. പിള്ളേരെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. അത് 51 1. നീതിയുക്തമായ ബന്ധം രാജ്യങ്ങളുമായി നീതിയുക്തമായ ബന്ധം 51 2. അന്താരാഷ്ട്ര നിയമങ്ങളോട് ആദരവ് 3. 4 എന്താ പിള്ളേരെ? അന്താരാഷ്ട്ര തർക്കങ്ങള് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നത് 4. മനസ്സിലായോ ഇല്ലേ നിങ്ങൾക്ക്? മനസ്സിലായി? സെറ്റാണ്? ഓക്കെ ആണല്ലോ? പവർ ആണല്ലോ? ഇനി ഇതിൽ PS ഒരു പിടിപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പിടിക്കൂലേ? തിരിച്ചു പിടിക്കും. ഓക്കെ,
അവസാനം മൂക്കുകുത്തി വീഴാതിരിക്കണം കേട്ടാ, ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യണം കേട്ടാ. ഇനി ആവേശം കയറി ഇനിയിപ്പം കുറച്ചു നേരം പഠിക്കുമ്പോൾ ഒരു ആവേശം കയറും, പിന്നെ അങ്ങോട്ട് പിടുത്തം പിടിക്കാൻ വേണ്ടി ചെന്ന് കയറിക്കൂടും, അവന്മാര് മറ്റേ നെഗറ്റീവ് അടിച്ച് കൈ തരും. ഓക്കെ. നാലാമത്തത് അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായ പിള്ളേരെ? 4 ഒന്നുകൂടെ പറയണോ? എടാ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. 51 2 രാജ്യങ്ങളുമായി നീതിയുക്തമായ ബന്ധം പുലർത്തുക. 51 3 നിയമങ്ങളോട് ആദരവ്, അന്താരാഷ്ട്ര നിയമങ്ങളോട് ആദരവ്. 4 അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥത വഴി പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായ? അന്താരാഷ്ട്ര തർക്കം, ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ മധ്യസ്ഥത വഴി പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ? നമ്മുടെ രാജ്യം പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. ആർട്ടിക്കിൾ 51 പറയുന്ന 4 കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇത് ചോദിക്കും കേട്ടോ. അടുത്ത ഭാഗത്തേക്ക് പോവാ. ചെയ്യടാ. കോളൊക്കെ എടുത്തിട്ട് വാ. വളരെ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. വകുപ്പ് 378 ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോടാ? വകുപ്പ് 378 ഭേദഗതികളെ കുറിച്ച് പരാമർശിക്കുന്നു. ശരിയാണ്, അല്ല തെറ്റാണ്? ഓക്കെ, 368 അല്ലെ? 368 ഭേദഗതികളെ കുറിച്ച് പരാമർശിക്കുന്നത്. 368 ഏത് പാർട്ടാ? ഭേദഗതികളെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാ? ഭേദഗതികളെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാ പിള്ളേരെ? ഭേദഗതികളെ കുറിച്ച് പറയുന്ന പാർട്ട് 20 ഭേദഗതികളെ കുറിച്ച് പറയുന്ന പാർട്ട് 20 20 ഭേദഗതി പറയുന്നത്. അടിയന്തരാവസ്ഥ ഏത് പാർട്ടാ? അടിയന്തരാവസ്ഥ ഏത് പാർട്ടാ? പറ. അടിയന്തരാവസ്ഥ പാർട്ട് 18 അടിയന്തരാവസ്ഥ പാർട്ട് 18 കേട്ടാ. അടിയന്തരാവസ്ഥ പാർട്ട് 18 കേട്ടോ. അപ്പൊ അടിയന്തരാവസ്ഥ പാർട്ട് 18. ഓക്കെ. ഈ പെൺകുട്ടികൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അടിയന്തരാവസ്ഥ പോലെ അല്ലേടാ? എത്രയും പെട്ടെന്ന് അവരെ കെട്ടിച്ചു വിടുക എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ 18 ആയി കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ. 18 ആയി കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ. ഓക്കെ, അങ്ങനെയാണ്. 18 ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിന് ബന്ധുക്കൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഒക്കെ ഒരു അടിയന്തരാവസ്ഥ പോലെയാണ്. ഓക്കെ. കൊണ്ട് വെളിയിറങ്ങാൻ പറ്റൂല. കൊണ്ട് വെളിയിറങ്ങാൻ മോളെ കെട്ടിക്കണ്ടേ, അവിടെ ഒരു ചെറുക്കുണ്ട്, ഇവിടെ ഒരു ചെറുക്കുണ്ട്, അടിപൊളിയാണ്, മനസ്സിലായ? എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടിയന്തരാവസ്ഥ വരുന്നത് 18ാമത്തെ വയസ്സിലാണ്. ഓക്കെ. അപ്പൊ പെൺകുട്ടികൾക്ക് അടിയന്തരാവസ്ഥ 18ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കുക. അപ്പൊ അടിയന്തരാവസ്ഥ 18. ഓക്കെ, അടിയന്തരാവസ്ഥ 18. ഭേദഗതി 20. ഓക്കെ. അടുത്ത ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. അവന്റെ അയർലാൻഡിന്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണ്. ഓക്കെ. അയർലാൻഡ് അല്ല. എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അല്ലേ? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഭേദഗതി കടമെടുത്തിരിക്കുന്നത്. ഇതുവരെ ഞാൻ രാവിലെ പറഞ്ഞു ഭരണഘടന 103 പ്രാവശ്യം ഭേദഗതി ചെയ്തു. തെറ്റാണ്. 106 പ്രാവശ്യം നമ്മൾ ഭേദഗതി ചെയ്തു. 106 പ്രാവശ്യം നമ്മൾ ഭേദഗതി ചെയ്തു. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1950 മാർച്ച് 14 തെറ്റാണ്. എപ്പോഴാണ് നമ്മൾ ഭേദഗതി ചെയ്തത്? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ജൂൺ മാസം 18 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951. ഇത് തന്നെ വേറെ ചോദ്യമായി വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. ഡേറ്റ് ജൂൺ 18. എന്താണ് ആ ഭേദഗതി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭൂപരിഷ്കരണം. എന്താണ് ആ ഭേദഗതി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭേദഗതി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭൂപരിഷ്കരണം. എന്താ പിള്ളേരെ? ഭൂപരിഷ്കരണം. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഭൂപരിഷ്കരണം. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഭൂപരിഷ്കരണം. ക്ലിയർ ആണ്? ഓക്കെ, സെറ്റല്ലേ? ശരി. അപ്പം ഇവിടെ എന്തുവാ സംഭവം? ഇവിടെ എല്ലാ പ്രസ്താവനയും തെറ്റാണ്. എല്ലാ പ്രസ്താവനയും തെറ്റായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരയുടെ. നിങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓവർ തിങ്ക് ചെയ്ത് കുളമാക്കരുത്. അങ്ങനെയൊക്കെ വരൂ. അറിവുള്ള ആൾക്കാരല്ലേ ചോദ്യം ഇടുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എല്ലാം തെറ്റിപ്പോവോ? അങ്ങനെ തെറ്റിപ്പോണതല്ല. മനസ്സിലായി? അങ്ങനെ തെറ്റിപ്പോണതല്ല. അവിടെ അതാണ് വിഷമം.
തെറ്റിപ്പോവുന്നില്ല, ഒരെണ്ണമെങ്കിലും ശരിയായിരിക്കും. ചിന്തിക്കല്ലേ അങ്ങനെ, കേട്ടാ? അത് ക്വസ്റ്റ്യൻ അങ്ങനെ ഇടുന്നതാണ് പിള്ളേരെ, മനസ്സിലായ? ഓക്കെ, ഇത് പറയാ അല്ല, അങ്ങനെ ആലോചിക്കുന്ന പിള്ളേരുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞതാ, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടാ. ശരി, അടുത്ത ചോദ്യം ചെയ്തേ. ഈ ചോദ്യം എക്സാം ഹാളിൽ കണ്ടപ്പോഴേ അത് വന്ന പിള്ളേരെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. ഇയാള് പോയില്ലേ ഇതുവരെ? ഇതായിരിക്കും ഉറപ്പായിട്ട് തോന്നിക്കണം. ഇയാൾ ഇതുവരെ പോയില്ലേ? ആ ഒരു അവസ്ഥയില്ലേ നിങ്ങൾക്ക് വന്നത്? ശരി, ചെയ്യൂ പിള്ളേരെ. കേരള ഗവർണർ, അതായത് മുൻ ഗവർണർ എന്നാണ് ചോദ്യം വരേണ്ടത്. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ. പിള്ളേരെ, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത് ഗവർണർ ആയിരുന്നു. 22ാമത് ഗവർണർ ആയിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് 2019 സെപ്റ്റംബറിലാണ്. ശരിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് 4 തെറ്റ്. ഓപ്ഷൻ എ ആണ് 4 തെറ്റ്. അപ്പൊ പഴയ ഗവർണർ ചോദിച്ചത് കൊണ്ട് നമുക്ക് പുതിയ ഗവർണർ ഒന്ന് പഠിക്കാം. പുതിയ ഗവർണർ ആരാ പിള്ളേരെ? പുതിയ ഗവർണർ ആരാ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് പുതിയ ഗവർണർ. എത്രാമത്തെ കേരള ഗവർണർ? ബുദ്ധി ഉണ്ടെങ്കിൽ പറ. ആരിഫ് മുഹമ്മദ് ഖാൻ 22 പിന്നെ അതിനുശേഷം ഇങ്ങനെ 23 അല്ലേടെ? 23, ഇങ്ങനെ 23. സംസ്ഥാനം പറയടാ, സംസ്ഥാനം പറ. ഇപ്പൊ തെറ്റിക്കും നീയേക്കാം. ഇങ്ങനെ ഏത് സംസ്ഥാനക്കാരനാ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനക്കാരനാ? അറിയാന്നുള്ളവരുണ്ട്, കൊള്ളാം, മിടുക്കന്മാർ. ഗോവ. ഏതാണ്? ഗോവ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവ സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്. ഗോവ. എന്നാൽ ഇങ്ങോട്ട് വരും മുമ്പ് ഇങ്ങനെ എന്തരായിരുന്നു? കേരളത്തിലേക്ക് വരുന്ന മുമ്പ് ഇങ്ങനെ എന്തായിരുന്നു? എവിടെ ഗവർണർ ആയിരുന്നു ഇദ്ദേഹം? ബീഹാർ. ബീഹാർ ഗവർണർ ആയിരുന്നു ആര് പിള്ളേരെ? ഇദ്ദേഹം. കേട്ടോ, ബീഹാർ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ. കേട്ടോ, ബീഹാറിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര് കുട്ടികളെ? ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, ബീഹാർ ഗവർണർ ആയിരുന്നു ആര്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബീഹാർ ഗവർണർ ആയിരുന്നു. അപ്പം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബീഹാറിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങോട്ടേക്ക് പോയി? ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയി. അതാണ് കളി, മനസ്സിലായ? ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയി. ബീഹാറിലെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എങ്ങോട്ടേക്ക് വന്നു? ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? മറ്റെങ്ങനെ തൊണ്ണനും പിടിക്കുന്നതിനും പ്രശ്നമായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഭാരതാംബ വിവാദം. എന്തായാലും ഗവർണർ വന്നാൽ നമുക്ക് വാർത്തയാണ്. വാർത്ത വന്നാൽ PSCയിൽ ചോദ്യമാണ്. പഠിച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 23ാമത്തെ ഗവർണർ, ഗോവ സംസ്ഥാനം, ബീഹാർ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ്. കേട്ടോ, ക്ലിയർ ആണ്? അതുകൊണ്ട് തന്നെ ഭരണഘടനാ പദവികളിൽ വിവാദമായത് ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ പദവികളിൽ വിവാദമായ പദവിയാണ് ഏത് കുട്ടികളെ? ഗവർണർ പദവി. ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ. അതായത് 1, ഇലക്ഷനിലൂടെ എല്ലാ ഗവർണറെ തീരുമാനിക്കുന്നത്. 2, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ള വ്യക്തികളെയാണ് ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗ തലവനായ ഗവർണറായിട്ട് നിയമിക്കുന്നത്. മനസ്സിലായ? കാര്യനിർവഹണ വിഭാഗ തലവനായിട്ടുള്ള ഗവർണറായി നിയമിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ള ആൾക്കാരെയാണ്. മനസ്സിലായോ പിള്ളേരെ? അതുകൊണ്ടാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ശരി, ഓക്കെ. പിന്നൊരു കാര്യം, ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ടാണ് കേട്ടോ. ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന ഗവർണർമാർക്കുണ്ട്. ഗവർണർ പറയുകയാണ്, ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഇവിടുത്തെ ചീട്ട് കീറിയാൻ കൊടുക്കും. മനസ്സിലായ? അതായത് ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയമാണ് എന്നുള്ള ശുപാർശ രാഷ്ട്രപതിക്ക് നൽകാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന
സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ അത് ഓർഡർ ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ ഓർഡർ അല്ല, അത് നിർദ്ദേശിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ശുപാർശ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട് കുട്ടികളെ? ഗവർണർക്കുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. അത് മാത്രമല്ല, രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നത് ആരാ? രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന ആരാ പിള്ളേരെ? അത് ഗവർണറാണ്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത് ഗവർണറാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അതിൽ ഒരു സെക്കൻഡ്, ലാപ്പ് ചാർജ് കുറവെന്നാണ് തോന്നുന്നത്. നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക്, ഒരു 7:35 റീസ്റ്റാർട്ട് ചെയ്യാം. 7:35 ഓക്കെ, 7:35 നമുക്ക് എന്ത് ചെയ്യാം? റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ചാർജർ ഒന്ന് കൊടുത്തോട്ടെ. 7:35 വയ പോയിട്ട് ബ്രേക്ക് എടുത്തിട്ട് വരണയുടെ പോവല്ലേടെ ആര് പറയാം, വരണ വഴിക്ക് പോകും. ഓഡിയോ ക്ലിയർ ആണോ? ക്ലാരിറ്റി ഉണ്ടല്ലോ? ഓഡിയോ ക്ലാരിറ്റി ഉണ്ടല്ലോ? ഓക്കെ. എടാ, നാളെ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ, ബാക്കിയുള്ള പരീക്ഷയൊക്കെ. ഓക്കെ, അപ്പം നാളെ പരീക്ഷ കഴിയുമ്പോഴുള്ള കുട്ടികളത് ശ്രദ്ധിച്ചോണേ. നമ്മളീ പഠിച്ച എല്ലാം നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള എല്ലാ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക കേട്ടോ, ആത്മാർത്ഥമായിട്ടൊക്കെ പഠിക്കുക. ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ ഡെയിലി കാണുന്നതാണ്. ഓക്കെ, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ള ആരും പരാജയപ്പെട്ടു പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് പറയണതാണ്. ഓക്കെ, ഫോക്കസ് എന്ന് പറഞ്ഞ സാധനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോക്കസ് ഇല്ലാത്തത് ഒരുപാട് ഒരു ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മൾ സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ക്ലിയർ ആണല്ലോ? നമുക്ക് എല്ലാ എൻജോയ്മെൻറ്റും എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ നമുക്ക് ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ആ ഒരു ഫോക്കസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമ്മൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ? മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. മനസ്സിലായ? ഓക്കെ, ഉപദേശിക്കാൻ ഞാൻ ആളൊന്നുമല്ല. ഓക്കെ, നിങ്ങളെക്കാളും വലിയ മടിയനാണ് ഞാൻ പല കാര്യങ്ങളിലും. മനസ്സിലായ? ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് ചെയ്യുന്ന ഒരേ കാര്യം ഇതാണ്. ബാക്കിയുള്ള പല കാര്യങ്ങളിലും ഞാൻ നിങ്ങളെക്കാളും വലിയ മടിയനാണ്. മനസ്സിലായ? എന്നാലും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയണത്. നമ്മൾ ഏതെങ്കിലും ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിലും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക. സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും പ്രൈവറ്റ് ഫാമിലി ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ പെൺകുട്ടികളെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ സ്വന്തം വീട് പോലെ ഒരിക്കലും, ഹെഡ്സെറ്റ് വെച്ചാണോ നിങ്ങൾ കേൾക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്. സ്വന്തം വീട് പോലെ ഒരിക്കലും ഒരു സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീട്ടിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. മനസ്സിലായോ? സോ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കണം. ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന കുറേ നമ്മൾ വാർത്തകളിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ കേട്ടാ. വാർത്തകളിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, മരണങ്ങളും മറ്റുമൊക്കെ. ഓക്കെ, അതിലൊക്കെ കുറേയൊക്കെ ഈ വീട്ടുകാർക്കും ഒരു ഇതുണ്ട്. കാരണം വീട്ടുകാരോട് ഒരു കാര്യം വിളിച്ച് പറയുന്ന സമയത്ത് അവർ പറയണത് മോളെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ് എന്നാണ് പറയുന്നത്. മോളെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു അവരെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അവർ പോകത്തില്ല.
അവർ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ തീരുമാനത്തിലേക്ക് പോകത്തില്ല. പിന്നെ ബോയ്സിന്റെ കാര്യം, ഗേൾസിനെ ഇങ്ങനെ വിളിച്ചു പറയാനെങ്കിലും വീട്ടുകാരത്തെങ്കിലും വിളിച്ചു പറയാനുള്ള ഒരു അവസരമുണ്ട്. ബോയ്സ് ഈ സ്വയം മനസ്സിലൊതുക്കി ദിവസവും മരിച്ച് ജീവിക്കുന്ന എത്രയോ പേര് എനിക്കറിയാവോ? സീരിയസ് ആയിട്ട് ഞാൻ പറയണതാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി നേരെ ഒന്ന് പഠിക്കാനോ നേരെ ഒന്ന് പഠിച്ചൊരു ജോലി നേടാനോ ഒന്നും പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ? ഒരു അവസരം നമുക്കിനി കഴിഞ്ഞു പോയ കാലം നമുക്ക് ആലോചിച്ച് വിഷമിക്കുന്ന എത്രയോ ആൾക്കാർ. കേൾക്കാൻ പോലും ആരും കാണത്തില്ല. പണ്ടത്തെ പോലെ ഈ കൂട്ടുകാരും ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്തുവാ ഈ കൂട്ടുകാരെന്നൊക്കെ പറയണത്. ഞാൻ പറയുന്ന കാര്യമുണ്ട്. നമുക്കൊരു പരിധി കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ പരിധി കൂടുതൽ നമ്മളെ കൂടെ നിൽക്കണ ആരും കാണത്തില്ല. അതൊക്കെ സിനിമയിലൊക്കെ കാണാൻ പറ്റും നമുക്ക്. മനസ്സിലായ? അവനവന് വേണ്ടി അവനവൻ രക്ഷപ്പെട്ടെടുത്താൽ അവനവൻ നേടിയെടുത്താൽ മാത്രമേ ഉള്ളൂ. അത് ആരും ഉണ്ടാകത്തില്ല. കേട്ടാ, ഒരു പരിധി വരെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരും കൂട്ടുകാരും ഇതൊക്കെ കാണും. ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ്. കേട്ടാ, സോ ബി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നിങ്ങൾ. കേട്ടാ, ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യണം. കേട്ടാ പിള്ളേരെ, ഓക്കെ. പറയണ വേറെ ഒന്നും കൊണ്ടല്ല. ഈ ചില ആൾക്കാരൊക്കെ ഈ പയ്യന്മാരൊക്കെ ഇപ്പം നാളെ പരീക്ഷയുള്ള പയ്യനെന്ന് വിളിച്ചായിരുന്നു. അവൻ വിളിച്ചിട്ട് അവന് ടെൻഷൻ കാരണം വിളിച്ചതാണ്. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പഠിച്ചിട്ടുണ്ട്, അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നായപ്പോൾ അവൻ്റെ ലാസ്റ്റ് പരീക്ഷയാണ്, എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം, അതാണ് സാഹചര്യം, ഇതാണ് സാഹചര്യം. ആരുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയണം. ഞാൻ പറയട്ടെ, നീ ഇത്രയും ടെൻഷനായിട്ട് നീ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നത്? മനസ്സിലായില്ലേ? അതാണ് ഇത്. ഒരുപാട് പേര് ഇങ്ങനെ കളിച്ചൊക്കെ പോയി പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. കേട്ടാ, അമ്മ കുട്ടി വന്ന അമ്മ തൽക്കാലം കിട്ടിയത് ചോദിച്ചോ? ഈ കുറെ കളിച്ചൊക്കെ പോയി പരീക്ഷ ഉണ്ട്. ഈ കളിച്ചൊക്കെ പോയി പരീക്ഷ എഴുതുന്ന ഒരുപാട് ആൾക്കാർക്ക് മുന്നിൽ ചിലർക്ക് ഇതൊരു ജീവിതമാണ്. മനസ്സിലായില്ലേ? ഞാൻ ഈ ഡിലീഷനെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്നത്, ചിലപ്പം ഒരു ഡിലീഷനിൽ ചിലപ്പോൾ പോണത് ഒരുത്തന്റെ ജീവിതം ഒരിക്കും ചിലപ്പോൾ പോണത് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആകുമ്പോൾ സമയത്ത്. മനസ്സിലായ? കേട്ടോ, അവന്റെ എത്ര ദിവസം ഉറക്കമായിരിക്കും, എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും. മനസ്സിലായില്ലേ? എല്ലാവരെയും ഒരുപോലെ അല്ല അത് ബാധിക്കുന്നത്. എല്ലാവരും ഒരുപോലെ അല്ല ബാധിക്കുന്നത്. സോ ഈ കേട്ടോണ്ടിരിക്കണം, നിങ്ങളെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പ്രൈവറ്റ് ജോബ്. ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെൻഡ് ആക്കണ്ട. ഓക്കെ, കൂളായിട്ടിരിക്കുക. ഓക്കെ, വിഷമങ്ങളൊക്കെ മാറും, എല്ലാം മാറും. ഓക്കെ. ഞാനൊരു സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സമയത്ത് എൻ്റെ കയ്യിൽ ഒരു പോണി ഉണ്ടായിരുന്നു. ഒരു പോണി. കേട്ടോ, ആ പോണിയിൽ ഒരുപാട് കാലമൊന്നും ആയില്ല, കുറച്ചു കാലം ആയിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ ഒരു സമയം എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ ഞാൻ ഈ മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൊണ്ടിട്ടിരുന്ന ചില്ലറ പൈസ ഞാൻ അതിടുമായിരുന്നു. ഒരു സാഹചര്യമായപ്പോൾ എനിക്ക് അതെടുത്തിട്ട് ഞാനിങ്ങനെ എണ്ണ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് 817 അതിനകത്തുണ്ടായിരുന്നു. ആ പൈസ എടുത്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയുണ്ട്, ആ കടയിൽ കൊണ്ട് അവന് കടയുണ്ട്. ഞാൻ പറഞ്ഞ ഈ ചില്ലറ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞടാ, ഈ പൈസ വെച്ചിട്ട് എനിക്ക് 800 രൂപ നോട്ടായിട്ട് താന്ന് പറഞ്ഞു. ഈ ക്യാഷ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അതായത് കൊണ്ട് നശിപ്പിച്ച ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്. മനസ്സിലായ? എന്തുമാത്രം അവസരങ്ങൾ മുന്നിൽ വന്നിട്ടും കൊണ്ട് കളഞ്ഞ സമയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്. മനസ്സിലായില്ലേ? അപ്പം അന്ന് ഞാൻ ഈ ഉണ്ടായ ആ ഒരു വിഷമം, അതിനുശേഷം ഞാൻ എടുത്ത ഹാർഡ് വർക്ക്, ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ജോലിയോടുള്ള എൻ്റെ ഒരു ഡെഡിക്കേഷൻ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ എനിക്ക് സന്തോഷം തരുന്നുണ്ട്. മനസ്സിലായി? അതാണ് ഞാൻ പറയണത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥത കാണിക്കുക. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ മടിയനാണ്. കേട്ടോ, ചിലപ്പം എണീറ്റ് വെള്ളം കുടിക്കാൻ മടിച്ച് ചിലപ്പോൾ കിടന്നുകൊണ്ട് ഞാൻ വെള്ളം എടുത്ത് കുടിക്കും. മനസ്സിലായില്ലേ? അത്രയ്ക്ക് മടിയുള്ള ആളാണ് ഞാൻ.
പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് വലിയ പടിയില്ല. അതേ പറയാം, നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമുണ്ടാകും പിള്ളേർ. ഇപ്പം നിങ്ങൾ ഏതൊക്കെ ജില്ലയിലുള്ള ആൾക്കാരാണ്, ഏതൊക്കെ ജില്ലയിലുള്ള കുട്ടികളാണ്, നിങ്ങൾ എന്നെ കൂടെ ഇല്ലേ, അത് തന്നെ എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, സോ അതാണ് വേണം, നിങ്ങൾക്കും അതുപോലെ മാറും കേട്ടോ. നമ്മുടെ പഴയ പയ്യന്മാർ സുബിനും ജോബിനൊക്കെ അവന്മാർക്ക് ഒരു ശകല സമയം കിട്ടി കഴിഞ്ഞാൽ അവന്മാർ കോൾ ചെയ്യും, വിളിക്കും, ചേട്ടാ എങ്ങനെയുണ്ട്, സുഖമാണ്, അതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ ഒരു ചിലപ്പോൾ അവന്മാർക്ക് ജസ്റ്റ് ഒരു കോളായിരിക്കും. പക്ഷെ മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൂടെ വന്ന കുട്ടികൾ എന്നുള്ള രീതിയിലൊക്കെ, അതാണ് എന്തെങ്കിലും രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടൂടാ. അവരൊക്കെ എന്നേ ജോലി കയറി, അവരൊക്കെ ശരി ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ, ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ പഠിക്കാതെ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, ശരി പിള്ളേരെ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒരു പ്രസ്താവനകള് ഏവ എന്നാണ് ചോദ്യം. ഓക്കെ പിള്ളേരെ, ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ. ഈസ് ഇറ്റ് കറക്റ്റ്? ശരിയാണോ? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിലോ, ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിലോ പിള്ളേരെ, ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ ആരാ? ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. ഓക്കെ, ക്ലിയർ ആണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. ശരിയോ തെറ്റോ? ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. കാരണമില്ല, ഉപയോഗമില്ല. കാരണം മണി ബില്ലിൽ അധികാരം ആർക്കാം? മണി ബില്ലിൽ അധികാരം ലോകസഭയ്ക്കാണ്. പിന്നെ എന്തിനാണ് സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്? അത് ശരിയാണ് അല്ലെ? ശരിയാണ്. ഓക്കെ, ഭരണഘടനയുടെ 108 വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. തെറ്റാണോ ശരിയാണോ? എന്താ തെറ്റ്? 108 തെറ്റാണല്ലേ? 108 തെറ്റാണല്ലേ? അതാണോ തെറ്റ്? അല്ല. പിന്നെ എന്താ തെറ്റ്? പ്രധാനമന്ത്രി തെറ്റ്. 108 ശരിയാണ്, പ്രധാനമന്ത്രിയാണ് തെറ്റ്. പ്രധാനമന്ത്രി അല്ല വിളിച്ചു ചേർക്കുന്നത്. സംയുക്ത സമ്മേളനം ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാ പിള്ളേരെ? പ്രസിഡന്റ് ആണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. പ്രസിഡന്റ്, അഡ്രസ് ചെയ്യുന്നത് പ്രസിഡന്റ്, അതായത് അഭിസംബോധന ചെയ്യുന്നത് പ്രസിഡന്റ്. വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും പിള്ളേരെ ആരാണ് കുട്ടികളെ? പ്രസിഡന്റ്. വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും ആരാണ് പിള്ളേരെ? പ്രസിഡന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്, മനസ്സിലായ? അധ്യക്ഷൻ ലോകസഭാ സ്പീക്കർ. അദ്ദേഹം ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. അദ്ദേഹവും ഇല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പൊ മൂന്നാമത്തെ തെറ്റ്. പിള്ളേരെ, ഇതുവരെ 3 പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. തെറ്റാണ്. ഇതുവരെ എത്ര പ്രാവശ്യം പിള്ളേരെ? ഇതുവരെ 3 അല്ല, 2 കൊടുത്തിരിക്കുന്നത്. 2 തെറ്റാണ്. 3 പ്രാവശ്യം. ഇതുവരെ 3 പ്രാവശ്യമാണ് സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളത്. 1961 ഡൗറി പ്രൊഹിബിഷൻ ബിൽ, സ്ത്രീധന നിരോധന നിയമ ബില്ലില് സംയുക്ത സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 1978 ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബിൽ 1978 ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബില്ലില് സംയുക്ത സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 2002 പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് അല്ലേ? 2002 പോട്ട ആക്ട്, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിലും ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പിള്ളേരെ, 1961 സ്ത്രീധന നിരോധന നിയമത്തിൽ 1ാമത്തെ സംയുക്ത സമ്മേളനം. 1978 ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബില്ലില് 2ാമത്തെ ജോയിന്റ് സിറ്റിംഗ്. 2002 പോട്ട മീൻസ് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, പോട്ട ആക്ടില് 3ാമത്തെ ജോയിന്റ് സിറ്റിംഗ്. അങ്ങനെ ഇതുവരെ 3 തവണ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ടുണ്ട്.
അപ്പൊ അത് തെറ്റാണ്. നല്ല നിലവാരമുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം അല്ലെ. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം കടമെടുത്തത് ഇവിടെ പിള്ളേരെ, ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം കടമെടുത്തിരുന്നത് ഓസ്ട്രേലിയ അല്ലെ. ഓസ്ട്രേലിയ. ഓക്കെ, GST വിളിച്ചിട്ടില്ല അവിടെ ജോയിന്റ് സിറ്റിംഗ്. ഓക്കെ, ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം കടമെടുത്തത്. ഓക്കെ, അപ്പൊ എല്ലാ പോയിന്റും മനസ്സിലായി. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തു. ആർട്ടിക്കിൾ 108 രാഷ്ട്രപതി വിളിച്ചു ചേർക്കുന്നു, രാഷ്ട്രപതി അഡ്രസ് ചെയ്യുന്നു, അധ്യക്ഷൻ ലോകസഭ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ ആരാ കുട്ടികളെ? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. മണി ബില്ല് സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മനസ്സിലാക്കുക, മണി ബില്ലിന്റെ ആർട്ടിക്കിൾ ഏതാ പിള്ളേരെ? മണി ബില്ലിന്റെ ആർട്ടിക്കിൾ 110 ആണ്. ഇതുവരെ 3 തവണയാണ് ജോയിന്റ് സിറ്റിംഗ്. 61 ഡൗറി പ്രിവെൻഷൻ ആക്ട്, 78 ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബില്ല്, 2002 പോട്ട. എടാ മനസ്സിലായ? എല്ലാം മനസ്സിലായി? ഓക്കെ, ക്ലിയർ ആണ്. ജയ്. ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയെന്നാണ്. എടാ, വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിലാണോ? വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, ട്രസ്റ്റും ട്രസ്റ്റികളും കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, പൊതുജനാരോഗ്യം കൺകറന്റിലാണ്? അല്ല, പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കാട് എന്ന് ഉദ്ദേശിക്കുന്നത് വനം തന്നെയാണ്. വനം കൺകറന്റ്. പിള്ളേരെ, കുടുംബാസൂത്രണമോ? കുടുംബാസൂത്രണം കൺകറന്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പം ABDE ആണ് ആൻസർ. ABDE ആണ് ആൻസർ. ഓക്കെ, ഈ നമുക്കറിയാം, ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുമിച്ച് നിയമം നിർമ്മിക്കാൻ കഴിയുന്നതല്ലേ. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിയമം നിർമ്മിക്കാൻ പറ്റുന്നതല്ലേ വളരെ. അപ്പൊ നമ്മൾ വിവാഹം ഒരുമിച്ച് ചെയ്യുന്ന കാര്യം കൺകറന്റ് ലിസ്റ്റ്, വിവാഹമോചനവും ഒരുമിച്ച് ചെയ്യുന്ന കാര്യം കൺകറന്റ് ലിസ്റ്റ്. ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെങ്കിലും ട്രസ്റ്റികൾ വേണമെങ്കിലും നമ്മൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് നിൽക്കണം. ഓക്കെ, കുടുംബാസൂത്രണം ഒരുമിച്ച് ചെയ്യുന്ന കാര്യം. ഓക്കെ, സോ ഇതെല്ലാം ഏതാണ് കുട്ടികളെ? കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ വനം വന്യജീവി വിദ്യാഭ്യാസം അളവ് തൂക്കം അതൊക്കെ നമ്മൾ 42ാം ഭേദഗതി പ്രകാരം പഠിച്ചിട്ടുണ്ട്. അവന്മാര് വനം മാറ്റിയിട്ട് കാടുകൾ ഇട്ടിരിക്കുന്നത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. വനം എന്ന 2 അക്ഷരത്തിന് പകരം കാടുകൾ എന്നിട്ടിരിക്കുന്നത് നിങ്ങളെ കാട് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. കുറെ എണ്ണം കാട് കയറും അവിടെ. കാട് കുറ്റിക്കാടായിരിക്കോ ഇനി കാവുകൾ അങ്ങനത്തെ ചെറിയ കാടായിരിക്കോ, വനമല്ലേ കൺകറന്റ് ലിസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പോക്കാണ്. മനസ്സിലായ? ആ കുഴിയിൽ കൊണ്ടിടാനാണ് തന്റെ ഈ CD ഇട്ടിരിക്കുന്നത്. മനസ്സിലായ? ഇനി ട്രസ്റ്റിനെ കുറിച്ച് അധികം അറിയാത്ത ആൾക്കാര് BCD കൊണ്ടുപോകാനാണ് 7 അതിട്ടിരിക്കുന്നത്. മനസ്സിലായ? കാട് ഉദ്ദേശിക്കുന്നത് വനത്തെ തന്നെയാണ്. ഈ കാട് എന്ത് ചെയ്തിരിക്കുന്ന പിള്ളേരെ ഉദ്ദേശിച്ചിരിക്കുന്നത്? വനത്തെ തന്നെയാണ് ഈ കാട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ലിസ്റ്റിന്റെ ക്ലാസ് കാണാത്തവര് കണ്ട് നോക്കിക്കോണേടേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന. ഓക്കെ, 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ NK സിംഗ്. ശരിയോ തെറ്റോ? 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ശരി. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ KC നിയോഗി. ശരിയോ തെറ്റോ? ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ KC നിയോഗി ശരി. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷൻ ശരി.
ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. പിള്ളേരെ അല്ല, ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്നത് 1951-ലാണ്. ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്നത് 1951-ലാണ്. സോ നാലാമത്തതാണ് തെറ്റ്. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. ഓക്കെ, എല്ലാം എളുപ്പമാണ്. ധനകാര്യ കമ്മീഷൻ. ഓക്കെ, 15ാം ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗ്, ആദ്യത്തത് കെ സി നിയോഗി. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. 281 ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ പറയുന്നു. നിലവിൽ വന്നത് 51-ലാണ് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം. കേന്ദ്ര ധനകാര്യ കമ്മീഷനില് അംഗസംഖ്യയും 5. അംഗസംഖ്യ 5, കാലാവധി 5. അംഗസംഖ്യ 5, കാലാവധി 5. അംഗസംഖ്യ 5, കാലാവധി 5. നിയമിക്കുന്നത് ആരാ? കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കേട്ടോ. നോട്ടൊന്ന് വായിച്ചോണേ. അനു എല്ലാ പോയിന്റും എഴുതുന്നുണ്ടല്ലോ. അനു കേറിയില്ലേ? അനുവേ ഉണ്ട്. ഓക്കെ, ചെയ്തേ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവനകൾ. ഇവിടെ കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 56 നവംബർ 1-നാണ്. 56 നവംബർ 1-നാണ്. കേരള ഹൈക്കോടതി കേരളം, കേരള PSC. കേരള ഹൈക്കോടതി കേരളം, കേരള PSC. കേരള ഹൈക്കോടതി കേരളം, കേരള PSC. ഇതെല്ലാം ഫോം ചെയ്തത് എപ്പോഴാ പിള്ളേരെ? 56 നവംബർ 1-നാണ്. 56 നവംബർ 1-നാണ് കേരള ഹൈക്കോടതി, കേരള PSC, അതുപോലെ തന്നെ കേരളം. ഓക്കെ, 73-ൽ കേരള ഹൈക്കോടതി ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റിയത് ശരിയാണോ പിള്ളേരെ? കേരള ഹൈക്കോടതി നിലവിൽ വന്നത് തന്നെ കൊച്ചിയിലല്ലേ? കേരള ഹൈക്കോടതി നിലവിൽ വന്നത് തന്നെ കൊച്ചിയിലാണ്. തെറ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ തരില്ലായിരുന്നു. ഓക്കെ, ഹൈക്കോടതി ഇവിടെ ഇല്ലാന്നൊരു കുറവ് മാത്രമേ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇപ്പോൾ ഉള്ളൂ. മനസ്സിലായോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കും അത്. ഓക്കെ, ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 63 വയസ്സോ 6 വർഷമോ? തെറ്റല്ലടാ. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സുപ്രീം കോടതിയാണെങ്കിൽ 65. ഹൈക്കോടതി 62, സുപ്രീം കോടതിയാണെങ്കിൽ 65. ഈ 63 വയസ്സൊന്നും ഒരാൾക്കും ഞാൻ പഠിച്ചത് വെച്ചിട്ട് ഒരു ഓർമ്മയില്ല 63 വയസ്സ് വിരമിക്കൽ പ്രായമുള്ള കാര്യം. ഓക്കെ, ഇത് ഏതോ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ഉദ്ദേശിച്ച പുള്ളി ഇട്ടതാണ് കേട്ടോ. 63 എന്ന നമ്പർ. 60 ഇട്ടിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, 65 ഇട്ടിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങേര് 65 എഴുതി കൊടുത്തു, ടൈപ്പ് ചെയ്തവൻ 63 ആക്കി കാണും. ഓക്കെ, ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. KT കോശിയാണ്. അത് ശരിയാണ്. അപ്പൊ പിള്ളേരെ ഇവിടെ തെറ്റായ പ്രസ്താവനകള് 2, 3 തെറ്റാണ്. ഓപ്ഷൻ A ആണ് ആൻസർ കേട്ടോ. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് കുട്ടികൾ? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് നിതിൻ മധുക്കർ ജാംദാർ അല്ലേ? നിതിൻ മധുക്കർ ജാംദാർ ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം? എത്രാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജാംദാർ? 39ാമത് അല്ലേ പിള്ളേരെ? 39ാമത് ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ 39ാമത് ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജാംദാർ. 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ പിള്ളേരെ, എങ്കിൽ പറ കേരളത്തിന്റെ 50ാമത്തെ എന്തിനാണ് സാധനം? ചീഫ് സെക്രട്ടറി ആരാ? കേരളത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി A. ജയതിലക് അല്ലേ പിള്ളേരെ? ജയതിലക് കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് A. ജയതിലക്. IAS ആണ് കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് A. ജയതിലക് IAS. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ പിള്ളേരെ, ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരാണെങ്കിൽ 65 വയസ്സ്. 65 വയസ്സ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യടാ. പെട്ടെന്ന് ചെയ്തു പോവാം. ഇല്ല, വർഷം അങ്ങനെയൊന്നുമില്ല. അവര് ഹൈക്കോടതി ജഡ്ജി ആയി കഴിഞ്ഞാൽ 62 വയസ്സ് വരെ ഹൈക്കോടതി ജഡ്ജി
പിന്നെ 65 വയസ്സ് ഒരു സുപ്രീം കോടതി ജഡ്ജി, അത്രേ ഉള്ളൂ. എടാ ഈ വൈറൽ ടെസ്റ്റ് ഏത് രോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടൈഫോയിഡ്. ഞാൻ പിന്നെ എടുത്തിട്ടത് ഇതിൽ നിന്ന് വേറൊരു ചോദ്യം റീസെന്റ് ആയിട്ട് വന്നായിരുന്നു. ഈ വൈറൽ ടെസ്റ്റിൽ എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നതെന്ന്, ഏത് പ്രോസസ്സിലൂടെയാണെന്നുള്ള ചോദ്യം, അത് ഏതാണ് ആൻസർ വളരെ? നിങ്ങൾക്കത് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വൈറൽ ടെസ്റ്റില് രോഗനിർണയം നടത്തുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? അഗ്ലൂട്ടിനേഷൻ. വളരെ ഏതാണ് കുട്ടികളെ? അഗ്ലൂട്ടിനേഷൻ കേട്ടോ, അഗ്ലൂട്ടിനേഷൻ കേട്ടോ, അഗ്ലൂട്ടിനേഷൻ. അന്ന് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാതെ പോയൊരു ചോദ്യമാണ് ഈ അഗ്ലൂട്ടിനേഷന്റെ ചോദ്യം കേട്ടോ, അഗ്ലൂട്ടിനേഷന്റെ ചോദ്യം. ഓക്കെ, അപ്പൊ വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. വൈറൽ ടെസ്റ്റിൽ എങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന് കേട്ടാൽ അഗ്ലൂട്ടിനേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. ചേരാത്ത രണ്ടിനെ തമ്മിൽ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് അഗ്ലൂട്ടിനേഷൻ. അതായത് ആന്റിജനെയും ആന്റിബോഡിയെയും കമ്പൈൻ ചെയ്ത് കേട്ടോ, ആന്റിജനെയും ആന്റിബോഡിയെയും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. നമ്മളത് ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് പഠിക്കുന്നുണ്ട്. അതായത് പരസ്പരം ചേരാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് അഗ്ലൂട്ടിനേഷൻ. മനസ്സിലായി? പരസ്പരം ചേരാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ? അഗ്ലൂട്ടിനേഷൻ. അതുപോലെ തന്നെയാണ് ഇവിടെ ആന്റിജനും ആന്റിബോഡിയും പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് ടെസ്റ്റ് നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഗ്ലൂട്ടിനേഷൻ. അത് ടൈഫോയിഡ് ടെസ്റ്റില്, വൈറൽ ടെസ്റ്റില് അഗ്ലൂട്ടിനേഷൻ വഴിയാണ് രോഗാണുക്കളെ കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിനൊക്കെ നമ്മൾ പഠിച്ചതാ. വളരെ ഹീമോഗ്ലോബിൻ അയൺ അടങ്ങിയിരിക്കുന്നു, ശരിയാണ്. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. പഠിച്ചിരിക്കുക, 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. അതിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ളത് തെറ്റാണ്. ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ഹീം പ്രോട്ടീൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 ഹീമും 4 ഇരുമ്പ് തന്മാത്രകളും ചേരുന്നതാണ് ഒരു ഹീമോഗ്ലോബിൻ അല്ലേ? 4 ഹീമും 4 ഇരുമ്പ് തന്മാത്രകളും ചേരുന്നതാണ് ഹീമോഗ്ലോബിൻ. 4 ഹീമും 4 ഇരുമ്പ് തന്മാത്രകളും ചേരുന്നതാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീം പ്രോട്ടീൻ ആണ്. സോ തെറ്റാണ്. ഓക്കെ, തെറ്റാണ്. അതുപോലെ തന്നെ ശ്വസനവാതകങ്ങളുടെ രക്തത്തിലുള്ള വഹിക്കുന്നു, അതും ശരിയാണ് പിള്ളേരെ. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെയും അതുപോലെ തന്നെ ഏതിനെയും, നമ്മുടെ ഓക്സിജനെയും ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും ക്യാരി ചെയ്യുന്ന ആരാണ് കുട്ടികളെ? ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അപ്പൊ സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അത് തന്നെ ഒരു പ്രോട്ടീൻ ആണ്. ഹീം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ് കേട്ടോ. ഓക്കെ, സോ അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം ചെയ്തേ. അലർജി. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6 ആണ്. ഓക്കെ, 6 മെഡലാണ്. എടാ പിള്ളേരെ പറ, ഓരോ മെഡലായിട്ടും പറ, ആരൊക്കെയാണ് നേടിയത്, എന്തൊക്കെയാണ് നേടിയെന്ന്. അതായത് ആദ്യത്തെ മെഡല് മനു ഫക്കർ എന്തിലാണ് മെഡൽ നേടിയ കുട്ടികളെ? 10 മീറ്റർ 10 മീറ്റർ എയർ പിസ്റ്റൾ അല്ലേ? 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് മെഡൽ നേടിയത്. 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് മെഡൽ നേടിയത്. ഷൂട്ടിംഗ് ആണ്. അപ്പൊ ഇത് ഒന്നാമത്തെ മെഡല്. രണ്ടാമത്തെ മെഡൽ ആരാ? രണ്ടാമത്തെ മെഡല് മനു ഫക്കർ. അതുപോലെ തന്നെ മനു ഫക്കറും സരബ്ജോത് സിംഗും അല്ലെ? സരബ്ജോത് സിംഗ് മനു ഫക്കറും സരബ്ജോത് സിംഗും സെയിം ഇനം തന്നെയാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസ് അല്ലേ? 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസ്. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസ്. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ മെഡൽ ആരാ കുട്ടികളെ? മൂന്നാമത്തെ മെഡല് സ്വപ്നിൽ കുസാലയാണ് മൂന്നാമത്തെ മെഡല്. സ്വപ്നിൽ കുസാലയ്ക്ക് എന്തിനാ മെഡൽ കിട്ടിയത്? പറ, സ്വപ്നിൽ കുസാലയ്ക്ക് എന്തിനാ മെഡൽ കിട്ടിയ പിള്ളേരെ? സ്വപ്നിൽ കുസാലയ്ക്ക് എന്തിനാ മെഡൽ കിട്ടിയത്? സ്വപ്നിൽ കുസാലയ്ക്ക് 50 മീറ്റർ
റൈഫിൾ 50 മീറ്റർ റൈഫിൾ ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിനാണ് സ്വപ്നിൽ കുസാലയ്ക്ക് മെഡൽ കിട്ടിയത്. 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിനാണ്. ഓക്കെ, ഷൂട്ടിംഗ് തന്നെയാണ്. അടുത്ത് നാലാമത്തെ മെഡൽ ആരാ കുട്ടികളെ? അമാൻ ഷെരാവത്ത് അല്ലേ പിള്ളേരെ? അമൻ ഷെരാവത്തിന് എന്തിനാണ് മെഡൽ കിട്ടിയത്? അമാൻ ഷെരാവത്തിന് എത്ര കിലോഗ്രാം ഗുസ്തി പറ പിള്ളേരെ, പറ. 57 കിലോഗ്രാം ഗുസ്തി അല്ലേ? 57 കിലോഗ്രാം ഗുസ്തിക്ക് അമാൻ ഷെരാവത്തിന് കിട്ടി. 57 കിലോഗ്രാം ഗുസ്തിക്ക് അമാൻ ഷെരാവത്തിന് കിട്ടി. ഓക്കെ, അഞ്ചാമത്തെ മെഡൽ ആരാ? പറ, അഞ്ചാമത്തെ മെഡൽ ആരാ? ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെങ്കല മെഡലുകളാണ്. നീരജ് ചോപ്ര പറയാം, ഈ പറയുന്നത് വെങ്കല മെഡലുകളാണ്. അഞ്ചാമത്തെ വെങ്കല മെഡൽ ഹോക്കിയില് ഇന്ത്യൻ ടീമിന് കിട്ടി. ഫീൽഡ് ഹോക്കിയിൽ നമ്മൾ സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലില് നമുക്ക് മെഡൽ കിട്ടി. ഓക്കെ, സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മെഡൽ കിട്ടി, ഹോക്കി കിട്ടി. 5 വെങ്കല മെഡലുകളും ആറാമതായിട്ട് നമുക്കൊരു വെള്ളി മെഡൽ കിട്ടി. നമുക്കൊരു വെള്ളി മെഡൽ കിട്ടി. ആരാ വെള്ളി മെഡൽ? നീരജ് ചോപ്രയ്ക്ക് എന്തിനാ മെഡൽ കിട്ടിയത്? നീരജ് ചോപ്ര ജാവലിൻ ത്രോ അല്ലെ? ജാവലിൻ ത്രോയ്ക്കാണ് നീരജ് ചോപ്രയ്ക്ക് മെഡൽ കിട്ടിയത്. ഓക്കെ, നീരജ് ചോപ്ര എറിഞ്ഞ ദൂരമൊക്കെ ചോദിക്കേ. 89.45 മീറ്റർ എറിഞ്ഞിട്ടാണ് നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചത്. സ്വർണം കിട്ടിയത് പാകിസ്ഥാൻ താരമായിട്ടുള്ള ആർക്കാ? അർഷദ് നദീം. ആർക്കാ കുട്ടികളെ? അർഷദ് നദീമിനാണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അർഷദ് നദീം എറിഞ്ഞ ദൂരം എത്രയാ പിള്ളേർ? അർഷദ് നദീം എറിഞ്ഞ ദൂരം 92.97 മീറ്റർ ആണ്. അർഷദ് നദീം എറിഞ്ഞ ദൂരം 92.97 മീറ്റർ. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 6. മനു ഫക്കർ 10 മീറ്റർ എയർ പിസ്റ്റൽ വെങ്കലം. സരബ്ജോത് സിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വെങ്കലം. സ്വപ്നിൽ കുസാലെ 50 മീറ്റർ റൈഫിൾ വെങ്കലം. അമാൻ ഷെരാവത്ത് 57 കിലോഗ്രാം ഗുസ്തി വെങ്കലം. ഹോക്കി ടീം സ്പെയിനിനെ പരാജയപ്പെടുത്തി വെങ്കലം. വെള്ളി മെഡൽ സ്വന്തമാക്കി നീരജ് ചോപ്ര 89.45 മീറ്റർ എറിഞ്ഞുകൊണ്ട് വെള്ളി മെഡൽ സ്വന്തമാക്കി നീരജ് ചോപ്ര. അർഷദ് നദീമാണ് സ്വർണ്ണ മെഡൽ 92.97 മീറ്റർ. സെറ്റ് അല്ലേ പിള്ളേരെ? സെറ്റ്. ഓക്കെ, പഠിച്ചോ? ഇത് ചോദിക്കുക, ചിലപ്പോൾ അത് ചോദിക്കും കേട്ടോ. അർഷദ് നദീമൊക്കെ ചോദിക്കാൻ വല്ല രാജ്യസ്നേഹിയായിട്ടുള്ള ചോദ്യകർത്താവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ചോദ്യം ഇടത്തില്ല. അങ്ങനെ ഇപ്പൊ ചോദിക്കണം എന്ന് വിചാരിക്കും കേട്ടാ. ഇനി ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, രാജ്യസ്നേഹം കാരണം ചിലപ്പോൾ പിള്ളേർ അർഷദ് നദിയും പഠിക്കാതെ നീരജ് ചോപ്രയും കൊണ്ട് മാത്രം പറഞ്ഞെങ്കിൽ കിടക്കട്ടെ ഒരു പണി എന്ന രീതിയിൽ ചിലപ്പോൾ എത്തിയരും. മനസ്സിലായ? പറയാൻ പറ്റൂല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ചിത്രങ്ങൾ കറങ്ങി നടക്കുകയാണ്. ചിത്രങ്ങളിൽ തട്ടി വീഴാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് ഓർമ്മയുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അപ്പൊ പറഞ്ഞായിരുന്നു റിലീഫ് ഓഫ് ലക്നോ ഏത് വർഷം എന്ന് ഞാൻ അപ്പൊ പറഞ്ഞായിരുന്നു. പിള്ളേരെ, ഈ ചോദ്യത്തിൽ പഠിക്കാൻ പോയിന്റുകളുണ്ട് നിങ്ങൾക്ക്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നോ. ഓക്കെ, ശരിയാണ്. ഈ ചിത്രം വരച്ച വർഷം 859. അത് തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 858 തെറ്റാണ്. 859 ശരിയായിട്ടുള്ളത് കേട്ടോ. 859 ശരിയായിട്ടുള്ളത്. പിള്ളേരേതാ ഇവിടെ പഠിക്കാൻ നിങ്ങൾക്ക് പോയിന്റ് ഉണ്ട്. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. ശരി. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. അതും ശരി. അതായത് 59 തോമസ് ജോൺസ് ബാർക്കർ റിലീഫ് ലക്നോ വരയ്ക്കുന്നത്. ആ ചിത്രത്തില് ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസിനെ പരാമർശിക്കുന്നുണ്ട്.
കോളിൻ കാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ അറൈവലും എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ ആ ചിത്രത്തിൽ പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് പഠിക്കാൻ പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കാണും ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട്. അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഈ പോയിന്റുകൾ വെച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചോദ്യം വരികയാണെങ്കിൽ ശ്രദ്ധയോടെ വായിക്കുക. കാരണം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ 59 പറഞ്ഞത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പലർക്കും ഇപ്പൊ ഇത് ആൻസർ ചെയ്യാൻ പറ്റിയത്. മനസ്സിലായ? അതുപോലെയാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. നമ്മളിപ്പം പൂർണ്ണമായും നമുക്ക് ചിലപ്പോൾ പഠിക്കണമെന്നില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന 1-2 പോയിന്റ് വെച്ച് നമുക്ക് ഉത്തരം വെട്ടിയെടുക്കാൻ കഴിയുന്നതാണ്. മനസ്സിലായോ? യെസ്, ഓക്കെ, കൊള്ളാം. ജയ് ഗാന്ധിജിയുടെ വരവും, അറൈവൽ ഓഫ് ഗാന്ധി. ലാസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ? കോളിൻ കാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവ് ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു കേട്ടോ. കോളിൻ കാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവ് ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. ഓക്കെ, അതായത് ആ ചിത്രത്തിൽ പരാമർശിക്കുന്നു ആ കാര്യം. ഡബിളെ പറ. ശരിയായ 2 പ്രസ്താവന അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക എന്നതാണ്. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി വില്ലുവണ്ടിയിൽ പോയി കല്ലുമാലയുമായി തിരിച്ചു വന്നു. 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയപ്പോൾ ഗാന്ധിജി ഇവിടെ നിന്ന് പോയി. 1915 അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയപ്പോൾ ഗാന്ധിജി റിട്ടേൺസ്. ക്ലിയർ ആണല്ലോ? ഈ നെറ്റ് ഇപ്പൊ തീരും. ലെഫ്റ്റ് ആയിക്കോ, ഓടി രക്ഷപ്പെട്ടോ. ഓക്കെ, ഇതൊരു അരമണിക്കൂറോടെ പോകും, 8:30 പോകും. ഓക്കെ, പിള്ളേരെ 1915 കല്ലുമാല സമരം നടക്കുമ്പോൾ ഗാന്ധിജി തിരിച്ചു വരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഗാന്ധിജി വില്ലുവണ്ടിയിൽ പോയി കല്ലുമാലയുമായി തിരിച്ചു വന്നു. 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത്. 1915 ഗാന്ധിജി പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുന്നത്. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരവും 1915 അയ്യങ്കാളി കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹളയും നടത്തുകയുണ്ടായി. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് വളരെ ശരിയല്ലേ? ഒന്നാമത്തത് ശരി. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ശരിയല്ലേ? ശരിയാണ്. അറിഞ്ഞൂടെങ്കിൽ പഠിക്കുക. മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ സാധനം, ലെഫ്റ്റ് ആയിക്കോ. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ക്ലിയർ ആണ്? അപ്പം നമുക്ക് ഉത്തരം ഓൾറെഡി കിട്ടി. ഓപ്ഷൻ എയും ബിയും ഉള്ള ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ. ഇനി അടുത്ത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് 1916 മാർച്ചിലാണോ പിള്ളേരെ? ആർക്ക് പറയാം? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് എപ്പോഴാണ്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് 1916 ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ്. 1916 ഫെബ്രുവരി മാസം 1916 ഫെബ്രുവരി 4. ഫെബ്രുവരി 4 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം. 1916 ഫെബ്രുവരി 4 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം. ഓക്കെ, ക്ലിയർ അല്ലേ പിള്ളേരെ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ മിസ്റ്റേക്ക് ഉണ്ടേ, അത് തെറ്റാണ്. 1916 നവംബറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. നമ്മൾ കുറേ തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 16 ലക്നൗ സമ്മേളനത്തില് ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടി എന്നുള്ള കാര്യം. പിന്നെ ഇതെങ്ങനെയാ തെറ്റാവുന്നേ? എന്തുവാ ഇതിലെ തെറ്റ്? 1916 എന്തുവാ തെറ്റ്? 1916 ലക്നൗ സമ്മേളനം AC മജുംദാർ, അംബികാചരൺ മജുംദാർ അധ്യക്ഷൻ സമ്മേളനം നടന്നിട്ടുണ്ട്. ഗാന്ധിജി പോയിട്ടുണ്ട്, ഗാന്ധിജി നെഹ്റുവിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നവംബറിലല്ല. പിന്നെ എപ്പോഴാ പിള്ളേരെ? ഡിസംബറിൽ 1916
ഡിസംബറിൽ നടന്ന ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുകയും ജവഹർലാൽ നെഹ്റുവിനെ കണ്ടുമുട്ടുകയും ചെയ്തത്. 1916 നവംബർ അല്ല ഡിസംബർ. ആ സമ്മേളനത്തിൽ അധ്യക്ഷനാണ് AC മജുംദാർ. AC മജുംദാർ അല്ലെങ്കിൽ അംബികാചരൺ മജുംദാർ. ഓക്കെ, സാധാരണയായി കോൺഗ്രസ് സമ്മേളനങ്ങൾ നടക്കുന്നത് ഡിസംബറിലാണ് എന്നറിയാവുന്നവർക്ക് ഈ പോയിന്റ് പ്രശ്നമില്ല. സാധാരണയായി കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന ഡിസംബർ മാസം കേട്ടോ. അവർ തണുപ്പത്തെ വെളിയിറങ്ങാറുള്ളൂ. ആ ഒരു കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. 1916 ഡിസംബർ കേട്ടോ. കോൺഗ്രസ് വല്ല ഉണ്ടാടേ ആലോചിച്ചിരിക്കുമോ നീയൊക്കെ? ഓക്കെ, ഉണ്ട്. ഓക്കെ, ജയ് ഹിന്ദ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? അടുത്ത ചോദ്യം ചെയ്തോ. നോ പൊളിറ്റിക്സ് എന്നല്ല, അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ കോൺഗ്രസിലോ BJPയിലോ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റിലോ ചെയ്യുന്നതല്ല പൊളിറ്റിക്സ്. രാഷ്ട്രബോധമാണ് പൊളിറ്റിക്സ്. നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ പൗരന്മാരാണെന്നും നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുമൊക്കെ നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പൊളിറ്റിക്സ്. അല്ലാതെ ഈ പറയുന്ന പാർട്ടികളിൽ ചേരുന്നതല്ല പൊളിറ്റിക്സ്. ഓക്കെ, ലെഫ്റ്റ് അടിക്കട്ടെ. ഓക്കെ, എന്റെ ഈ തത്വം കെട്ട ലെഫ്റ്റ് അടിച്ചാണോ അതോ വേറെ എന്തെങ്കിലും ആവശ്യം ലെഫ്റ്റ് അടിക്കുന്നതാണ്? ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ശരി, ക്വസ്റ്റ്യൻ ചെയ്യ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. വളരെ നല്ല ഒരു ചോദ്യമാണ് കേട്ടോ. ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 നമ്മൾ ഈ മൊറാഴ സമരം 40 കണ്ണൂർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ 15 എന്നുള്ള കാര്യം പലർക്കും ഡൗട്ടായിരിക്കും. പക്ഷെ ഇപ്പോഴേ പഠിച്ചോ പിള്ളേരെ, മൊറാഴ സമരം സെപ്റ്റംബർ 15 മൊറാഴ സമരം. ഓക്കെ, കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 41 മാർച്ച് 28-നാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 41 മാർച്ച് 28. ശരിയാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 43 മാർച്ച് 28 എന്നുള്ളത് തെറ്റ്. ഒരക്ഷരത്തിലാണ് തെറ്റ് വന്നത് പിള്ളേരെ. മാർച്ച് 29. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 43 മാർച്ച് 29-നാണ്. ഓക്കെ, അപ്പൊ അതാണ് പിള്ളേർ ഇവിടെ തെറ്റായിട്ട് വന്നത് കേട്ടോ. അവിടെ തെറ്റായിട്ട് വന്നത്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. അത് ശരിയാട്ടോ. പുന്നപ്ര വയലാർ സമരം 1946, അത് ശരിയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് പിള്ളേർ. ഈ 43 മാർച്ച് 29-നാണ് തൂക്കിക്കൊന്നതെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഓർക്കൂല. ഈ ക്വസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം മൊറാഴ സമരം ഡേറ്റ് പിന്നെ ഈ പറയുന്ന ഡേറ്റ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഈ ഡേറ്റുകൾ നന്നായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ ഒരു കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. കയ്യൂർ സമരത്തില് തൂക്കിക്കൊന്ന 4 പേര് ആരൊക്കെയാന്നുള്ളത്. ആരൊക്കെയാണ് പിള്ളേരെ? നിങ്ങൾക്ക് അറിയോ? കയ്യൂർ സമരത്തിൽ തൂക്കിക്കൊന്ന 4 പേര് ആരൊക്കെയെന്നറിയോ? കയ്യൂർ സമരം 1941 കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. 4 പേരിൽ ഒരാള് മഠത്തിൽ അപ്പു ഒരാള്. അടുത്ത് കുഞ്ഞമ്പു നായർ. നിങ്ങൾ അങ്ങനെ ഈ മഠത്തിൽ അപ്പു പഠിച്ചു. അടുത്ത് കുഞ്ഞമ്പു നായർ. ആളുടെ പേര് പൊടോര കുഞ്ഞമ്പു നായർ എന്നാണ്. പൊടോര കുഞ്ഞമ്പു നായർ. മഠത്തിൽ അപ്പു പൊടോര കുഞ്ഞമ്പു നായർ. ഓക്കെ, അടുത്ത് കോയിത്താട്ടിൽ ചിരുകണ്ഠൻ. ഇതൊക്കെ പേരാണ് പാട്. കോയിത്താട്ടിൽ ചിരുകണ്ഠൻ. മൂന്നാമത്തെ ആള് കോയിത്താട്ടിൽ ചിരുകണ്ഠൻ. 4-മത്തെ ആള് പള്ളിക്കൽ അബൂബക്കർ. ആരാ കുട്ടികളെ? പള്ളിക്കൽ അബൂബക്കർ. 4-മത്തെ ആള് പള്ളിക്കൽ അബൂബക്കർ. ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക: അപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അബൂബക്കർ. അല്ലെങ്കിൽ അപ്പു, അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. അപ്പു, അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. അപ്പു, അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. അപ്പൊ ഈ 4 പേരെയാണ്
കയ്യൂർ സമരത്തിൽ പങ്കെടുത്തതിന് എന്ത് ചെയ്തത് കുട്ടികളെ? തൂക്കിക്കൊന്നത് കേട്ടോ. ഈ 4 പേരെയാണ് അമ്മയുടെ നാടാണോ കയ്യൂര്? കതിരൂര്, കയ്യൂരും കതിരൂരും ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പണ്ട്. ഓക്കെ ശരി. പിള്ളേരെ മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ കേട്ടോ. ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ പിള്ളേരെ ഇത് ഓർത്തിരുന്നോണം. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ്. അത് നോക്കിക്കോണേ കേട്ടോ പിള്ളേരെ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താ? വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താ കുട്ടികളെ? ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടല്ലോ, ആ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് സുബ്ബരായൻ. പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് കുട്ടികളെ സുബ്ബരായൻ കേട്ടോ. സുബ്ബരായനാണ് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സുബ്ബരായൻ. ഇതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. കയ്യൂർ സമരത്തിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സുബ്ബരായനാണ്. ഓക്കെ. ഇനി ഒരാളെ തൂക്കിക്കൊല്ലൽ ഒഴിവാക്കിയിട്ടുണ്ട്, വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട്. പിള്ളേരെ അത് കൃഷ്ണൻ നായർ കേട്ടോ. കൃഷ്ണൻ നായരാണ്. ചുരിക്കാടൻ കേട്ടോ. ചുരിക്കാടൻ കൃഷ്ണൻ നായർ കേട്ടോ. ചുരിക്കാടൻ കൃഷ്ണൻ കൃഷ്ണൻ നായർ. എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് പിള്ളേരെ? ചുരിക്കാടൻ കൃഷ്ണൻ നായർ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തത് കൊണ്ടാണ്, അദ്ദേഹം മൈനർ ആയിരുന്നത് കൊണ്ടാണ് ചുരിക്കാടൻ കൃഷ്ണൻ നായർ അതിൽ നിന്ന് എന്ത് ചെയ്തത് കുട്ടികളെ? ഒഴിവാക്കിയത്. ഓക്കെ അല്ലേ? പിള്ളേരെ? ഓക്കെ ആണ്. കൊള്ളാം. ഓക്കെ ശരി. ഇത്രയും പോയിന്റ് പഠിച്ചോണേ. ഇത് ഡേറ്റ് ഉൾപ്പെടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ചോദ്യം വന്നത് കൊണ്ട് വീണ്ടും പ്രതീക്ഷിക്കണം. വരണമെങ്കിൽ ടൈറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ബുദ്ധിമുട്ട് വരും. മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ലെഫ്റ്റ് ആയിക്കോ, ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഉത്തരം ഉള്ളതായിട്ട് തോന്നണോ പിള്ളേരെ? ഇതിൽ ഉത്തരം ഉള്ളതായിട്ട് തോന്നണോ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1921 ചെയ്യാം. പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇപ്പം ഡി കമന്റ് ചെയ്യണത്? നോക്കിക്കോ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1921 ശരിയാണ്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സ്ഥിരമായി ചോദിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1921. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി. അല്ലേ? ആണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി. ഓക്കെ. മാവോയുടെ നേതൃത്വത്തിൽ, മാവോസെ തുങ്ങാൻ ഉദ്ദേശിച്ചിട്ടാ പാർട്ടിക്കാരനാണ്. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലാണ്. മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലാണ്. ഓക്കെ, അതും ശരിയാണ്. ചൈനയില് മഹത്തായ വിപ്ലവം ആരംഭിച്ചത് 1966. അതും ശരിയാണ്. എല്ലാം ശരിയാണ് ഇവിടെ. മനസ്സിലായ? എല്ലാം ശരിയാണ്. അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും, ഡിലീഷൻ പോകും കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീഷൻ പോകും, കാരണം എല്ലാം ശരിയെന്നൊരു ഓപ്ഷൻ ഇല്ല. എല്ലാം ശരിയെന്നൊരു ഓപ്ഷൻ അതിലില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും കുട്ടികളെ? ഡിലീഷൻ പോകും കേട്ടോ. സാംസ്കാരിക വിപ്ലവം നടന്നത് 1966. സാംസ്കാരിക വിപ്ലവം നടന്നത്. ഓക്കെ, അത് ശരിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1921. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടി കുമിങ്താങ് പാർട്ടി. അത് ശരിയാണ്. മാവോയുടെ നേതൃത്വത്തിൽ, മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തില് ലോങ് മാർച്ച് നടന്നത് 34-35 കാലഘട്ടത്തിലാണ്. മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ നടന്നത് 1966. ഓക്കെ, ക്ലിയർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനോടും ചെയ്തേടാ. ചെയ്തേ. എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ. പ്രത്യക്ഷത്തിൽ പാടുള്ള ചോദ്യമായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്ക് ഒരു പോയിന്റ് അറിയാമെങ്കിൽ ഉത്തരം എടുക്കാൻ പറ്റും. പക്ഷെ പഠിക്കേണ്ട പോയിന്റ് ഉണ്ട്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലാണ് പുതിയ ക്യാപ്റ്റൻ.
ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗില്ല്. അത് പഠിക്കേണ്ട പോയിന്റാണ്. 37ാമത്തെ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗില്ല്. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയത്. വിരാട് കോഹ്ലി അല്ല കുട്ടികളെ, രോഹിത് ശർമ്മയുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയത്. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. അത് ശരിയാണ്. അപ്പം ഈ പറയുന്ന 3 പോയിന്റ് ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചോദ്യം ഉണ്ട് കേട്ടാ, 1-2 ചോദ്യം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. പക്ഷെ ടൈം ഏകദേശം ആയി. പക്ഷെ മറ്റേ മേങ്ങള ചോദ്യമാണ്, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെ. ഓക്കെ, പോവരുത്, ഒരു സെക്കൻഡ്. ഓക്കെ, സോ നാളെ പരീക്ഷയുള്ള കുട്ടികൾ മൈൻഡ് ഓക്കെ ആയിട്ട് പോയി പരീക്ഷ എഴുതുക. അറിയാത്ത ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അറിയാവുന്ന ധാരാളം ചോദ്യങ്ങളും അറിഞ്ഞൂടാത്ത ചോദ്യത്തിൽ തന്നെ അറിയാവുന്ന പോയിന്റുകളും ഉണ്ടാവും. സൂക്ഷ്മതയോടെ എന്ത് ചെയ്യണം കുട്ടികളെ? വായിക്കണം. സൂക്ഷ്മതയോടെ വായിക്കണം. ശ്രദ്ധിച്ച് ഓപ്ഷനും ചോദ്യവും നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, ടെൻഷൻ ഒഴിവാക്കിയാൽ എത്രത്തോളം ടെൻഷൻ നിങ്ങൾ ഒഴിവാക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ടെൻഷൻ നിങ്ങൾക്ക് നിങ്ങളെ പുറകിലോട്ട് കൊണ്ടുപോകും. കൂൾ മൈൻഡിൽ പോവുക. നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് ASM എക്സാം ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് എക്സാം ഉണ്ട് കേട്ടോ. കിട്ടി പോയെന്നുള്ള മൈൻഡിൽ പോയി എഴുതും കേട്ടോ. കിട്ടി പോയാ മൈൻഡിൽ പോയി എഴുത്. അപ്പം പെർഫോം ചെയ്യും. മനസ്സിലായ? അത് ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു മൈൻഡിൽ പോയി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പെർഫോം ചെയ്യൂടാ. ഉറപ്പായിട്ടും പെർഫോം ചെയ്യും. ഓക്കെ, ടെൻഷൻ കൊണ്ട് പോവരുത് കേട്ടാ. നിങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് അറിയാം നിങ്ങൾ ടെൻഷൻ കാരണം പുറകിലോട്ട് പോകുന്ന ആൾക്കാർ കേട്ടാ. സോ ഇത്രയും പേര് നിങ്ങളെ വിഷ് ചെയ്യണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി. സോ നന്നായിട്ട് പോയി എഴുതിക്കോ കേട്ടോ. ഓക്കെ, ടാറ്റ. ബൈ.